ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒത്തിരി അകന്നിരിക്കാതെ ഇത്തിരി അടുത്ത് വരാമോ? കുറച്ചുകൂട്ട് അടുത്ത് വരാമോ? വിരോധമല്ലേ അമ്മ സഹോദരന്മാരൊക്കെ, കുഞ്ഞുങ്ങളൊക്കെ, ചെറുപ്പക്കാരൊക്കെ ഇച്ചിരി അടുത്തിരിക്കാമോ? ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ഇരുന്ന് എല്ലാവരും നമുക്ക് ഇരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പരിശുദ്ധ അമ്മ നമുക്ക് ഈ 2 ദിവസങ്ങളിലും ആവശ്യമായ എല്ലാ കൃപയും വാങ്ങിത്തരാനായി നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഏകാഗ്രമാക്കി കണ്ണുകളടച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷമാണോ? സന്തോഷമാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാനായി ഒരുക്കി തരുന്ന ദിവസങ്ങളാണ് നമ്മുടെ തിരുനാളിൻ്റെ ദിവസങ്ങൾ. ഏറ്റവും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ഈ ദിവസങ്ങൾ ചെലവഴിക്കണം. അതിനാവശ്യമായ നമുക്ക് പരിമിതമായ സമയം നമുക്ക് 2 രാത്രികളേ ഉള്ളൂ. എങ്കിലും ആ സമയത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചില അടിസ്ഥാന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ പരിശ്രമിക്കാം. നാമുഖങ്ങളില്ലാതെ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം. നാളെ വരുമ്പോൾ ഒരു ചെറിയ പേപ്പർ മേനയും കൊണ്ടുവന്നുള്ളൂ കേട്ടോ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം. പുറപ്പാട് 20-24 എന്നൊക്കെ പറഞ്ഞേ. പുറപ്പാട് 20-24 എന്നുള്ളവരൊക്കെ പറഞ്ഞേ. പുറപ്പാട് 20-24 വചനം എങ്ങനെയാണ്? എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വന്ന് നിങ്ങളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. കേട്ടില്ല? എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഏതാണ്? പുറപ്പാട് 20-24 എന്നൊക്കെ പറയാമോ?
അതെനിക്കറിയാം. എന്താ അതിനകത്ത് പറയുന്നത്? പുറപ്പാട് 20:24 എന്താ പറയുന്നത്? എൻ്റെ നാമം അനുസ്മരിക്കാൻ, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അല്ലേ? നിങ്ങൾ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഓളിയത്തിൽ പറഞ്ഞാൽ മതി എന്നോട്. അതിൽ കൂടുതൽ ഓളി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് നല്ല സാമർഥ്യമാണല്ലോ. ഇവിടെ വരുമ്പോൾ മാത്രം ഒന്നും വേണ്ടത്തില്ല. അവർക്ക് പറഞ്ഞു, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മളോട് പറയുകയാണ്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാനായി ദൈവം ക്രമീകരിച്ച സംവിധാനത്തിന്റെ പേരാണ് കർത്താവ് തൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തിയ സ്ഥലങ്ങൾ. 10 ഒരു സ്ഥലമാണ് ഈ ദേവാലയം. ദേവാലയത്തിൽ ഒരു വ്യക്തി കർത്താവിൻ്റെ ആലയത്തിലേക്ക് വന്ന് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി കർത്താവിൻ്റെ ആലയത്തിലായിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തിയ ഒരു സ്ഥലമാണിത്. ഇവിടെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ അനുഗ്രഹിക്കും. എനിക്ക് ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ദൈവം എപ്പോഴും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് വല്ലപ്പോഴൊക്കെ മാത്രമേ അനുഗ്രഹിക്കൂ, നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ദൈവം അനുഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെയൊന്നും അല്ല. ദൈവം എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വീകരിക്കുന്നതിനുള്ള തടസ്സം മാത്രമേ ഉള്ളൂ. എനിക്ക് ഒത്തിരി സാഹചര്യങ്ങളിലൂടെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് കുറെ കാലം മുമ്പ് കർത്താവ് ഒരു പ്രചോദനം തന്നതനുസരിച്ച് ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങി. ഇപ്പൊ നോട്ടീസും പബ്ലിസിറ്റിയും പരസ്യങ്ങളും ഫ്ലെക്സും ബാനറും ഒന്നും ഇല്ല അതിന്. ആദ്യം തുടങ്ങുമ്പോൾ 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 3-4 പേര് ഒരുമിച്ച് ഞാനോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വട്ടത്തിൽ, ഒരു ചാപ്പലിൽ വട്ടത്തിലിരുന്നിട്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, എന്നിട്ട് അടുത്ത ആഴ്ച നിങ്ങൾ പറഞ്ഞു നോക്കുക, ആരെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ. അടുത്ത ആഴ്ച ഒരു 7 പേര് വന്നു, പിന്നെ ഒരു 10-15 പേര് വന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു 70-നും 100-നും ഇടയ്ക്ക് ചെറുപ്പക്കാർ വരുന്നുണ്ട്. കുറച്ച് നാളെ അയാൾ തുടങ്ങിയിട്ട്. അപ്പൊ ഈ സ്ഥലത്ത് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശത്രേ ഉള്ളൂ. ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ യേശുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ നമ്മുടെ തലമുറയെ പഠിപ്പിക്കണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? നമ്മൾ കർത്താവ് സ്നേഹിക്കുന്നു എന്നൊക്കെ 1000 തവണ മൈക്ക് വെച്ച് പറഞ്ഞാലും ഒരു വ്യക്തിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ബോധ്യപ്പെടണ്ടേ കർത്താവ് സ്നേഹിക്കുന്നെന്ന്? അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം വന്നാൽ ആ വ്യക്തിയുടെ ജീവിതം മാറില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷ ഒരുക്കിയത്. ഇപ്പോൾ മാറിവാനീസ് വിദ്യാനഗറിലെ ഒരു ചാപ്പലിൽ ഒരുമിച്ച് കൂടും എല്ലാ ബുധനാഴ്ചയും വൈകിട്ട്. നാളെ വൈകിട്ടുമുണ്ട്. അപ്പൊ ഈ ബുധനാഴ്ച വൈകുന്നേരം ഒരുമിച്ച് കൂടുമ്പോൾ എനിക്ക് വിസ്മയകരമായ അനുഭവങ്ങളാണ് ഓരോ ആഴ്ചയും കിട്ടുന്നത്. കുഞ്ഞുങ്ങളോട് അവർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, നമുക്ക് ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. അതായത് 2 കാര്യം ചെയ്യണം. ഒന്ന്, നമ്മൾ വ്യക്തിപരമായി യേശുവിനെ അനുഭവിക്കണം. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി യേശുവിനെ അനുഭവിക്കണം. രണ്ടാമതായി, നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ നമുക്ക് പങ്കുവെക്കണം. ഈ 2 കാര്യമേ ഉള്ളൂ നമുക്ക്. നാണക്കേടില്ലാതെ ഇപ്പൊ യേശു എന്നെ അനുഗ്രഹിച്ചെങ്കിൽ അത് നമ്മൾ പങ്കുവെക്കണം. അതിനുള്ള പരിശീലനം ഞാൻ തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ ആഴ്ചയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയും. പിന്നെ പ്രാർത്ഥിക്കും, കുറച്ചു നേരം പ്രാർത്ഥിക്കും. ഒത്തിരി പ്രാർത്ഥനയൊന്നുമില്ല, കുറച്ച് പ്രാർത്ഥന, കുറച്ച് ഷെയറിങ്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ വട്ടത്തിൽ ഇരുന്നിട്ട് ഓരോരുത്തരും യേശു കഴിഞ്ഞ ആഴ്ചയിൽ അവരെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് അവർ പറയും. ഭയങ്കര സാധനങ്ങളാണ് ഈ പിള്ളേര് പറയുന്നത്. പല ആഴ്ചയിലും സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. ഒരു 3 ആഴ്ച മുമ്പ് ബുധനാഴ്ച ദിവസം ഒരു മുസ്ലിം കുട്ടി ഇതിന് വന്നു. അതാദ്യമായിട്ട് അങ്ങനെ ഒരു കുട്ടി വരുന്നു. ഹൈന്ദവരായ സഹോദരങ്ങൾ വരുന്നുണ്ട്. ഒരു മുസ്ലിം കുട്ടി വന്നിട്ട് അവൾ കൂട്ടുകാരി വിളിച്ചിട്ട് വന്നപ്പോ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഷെയറിങ് ഒക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ ചുറ്റിനും നിർത്തും എല്ലാവരും. എന്നിട്ട് പറഞ്ഞ കൈ പൊക്കി ഉച്ചത്തി കർത്താവിനെ വിളിച്ചോളാൻ പറയും. ഇങ്ങനെ പെരുമഴ പെയ്യുന്ന പോലെ പിള്ളേര് നിർത്തത്തില്ല, മൈക്കൊന്നുമില്ല. അപ്പൊ എൻ്റെ സ്വരമൊന്നും കേൾക്കത്തൊന്നുമില്ല. ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് അവര് ഭയങ്കര സ്തുതിപ്പാണ്. അപ്പൊ ആ സമയത്ത് ഈ കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊന്നും പിടിയിട്ടില്ല, കുറെ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുന്നത്. അതിങ്ങനെ വിചാരിച്ചു ഉള്ളിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഗ്രൂപ്പിലുള്ള ചില സഹോദരങ്ങൾ കർത്താവിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നവരാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ സന്ദേശം പറയാൻ തുടങ്ങി. കിട്ടിയ സന്ദേശമൊക്കെ ഉച്ചത്തി വിളിച്ച് പറയാൻ തുടങ്ങി. ഒത്തിരി സന്ദേശങ്ങൾ പറഞ്ഞു.
അപ്പൊ അതിലെ ഒരു സന്ദേശം എങ്ങനെയായിരുന്നു? ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് കർത്താവ് നൽകുന്നു. അപ്പൊ ഈ കുട്ടി ഇതെല്ലാം കേട്ട് ഒന്നും പിടിയിട്ടില്ല, ഇതിന് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചുപോയി. അതിന്റെ പിറ്റേ ആഴ്ച ഈ കുട്ടി വന്നിട്ട് പറയാണ്, ഞാൻ ഈ ബുധനാഴ്ച ആവാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, എനിക്കങ്ങോട്ട് വെപ്രാളം ഇതങ്ങോട്ട് പറയാഞ്ഞിട്ട്. എന്നിട്ട് ആ കുട്ടി പറയുകയാണ്, ഞാനൊരു മുസ്ലിം കുട്ടിയാണ്, ഞാൻ ശരിക്കും പേടിച്ചാണ് ഇതിനൊക്കെ വന്നത്. ഇവിടെ വന്നിരുന്നപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര ബഹളമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത്, എനിക്കൊന്നും പിടികിട്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് അതുകൊണ്ടൊക്കെ വെളിപാടുകൾ വിളിച്ച് പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളുടെ മതത്തിൽ അങ്ങനൊന്നും ഇല്ല. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ആ കൂട്ടത്തിലൊരു വെളിപാട് ഇങ്ങനെ ആയിരുന്നു, ഒരു കുട്ടിക്ക് കർത്താവ് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഞാൻ ഹോസ്റ്റലിലേക്ക് ചെന്ന് സന്ധ്യയായപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു സന്ദേശം വരികയാണ്, 12,000 രൂപ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് ആ കുട്ടി ആ ബുധനാഴ്ച മുതൽ പിറ്റേ ബുധനാഴ്ച വരെ ഈശോ മിശിഹ അവളുടെ ജീവിതത്തിൽ ചെയ്ത ചില വലിയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതിൻ്റെ അവസാനം അവൾ പറഞ്ഞൊരു വാചകം പറയാനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. അവൾ പറയുകയാണ്, നിങ്ങളുടെ ദൈവത്തിന് എന്ത് ശക്തിയാ, നിങ്ങളുടെ ദൈവത്തിന് എന്ത് ശക്തിയാ. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക, നമ്മളിത് റിസീവ് ചെയ്യുന്നില്ല, സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ഞങ്ങൾ എറണാകുളത്ത് പൊന്നുരുന്നി ആശ്രമമുണ്ട്, കപ്പൂച്ചൻ സഭയുടെ ആശ്രമമാണ്. അവിടെ ഈ കാലഘട്ടത്തിലെ അൽഫോൻസാമയെ പോലെ ചാവറയച്ചനെ പോലെ മാരക വിശുദ്ധി ജീവിച്ചിരുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് തെയോഫിൻ അച്ഛൻ, മരിച്ചുപോയി. വിശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത നാളുകളിൽ അച്ഛനെ സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. അപ്പൊ ഈ തെയോവനച്ഛന്റെ കബറിടത്തിൽ ഒരു 10,000 പേര് എല്ലാ ആദ്യ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു കൺവെൻഷന് വേണ്ടി 4-5 മാസമായിട്ടുണ്ടാവും എറണാകുളത്ത് പോയി. ഞാനും ബ്രദറും വേറൊരു സഹോദരനും ഉണ്ട്, വേറൊരു ബ്രദറും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടാണ് പോയത്. അവിടെ ചെന്നു ഞാൻ 1 മണിക്കൂർ ഇതുപോലെ വചനം പറഞ്ഞു, ആരാധന നടത്തി. ആരാധനയുടെ സമയത്ത് ഇതുപോലെ കർത്താവ് ആ സഹോദരൻ, എൻ്റെ കൂടെയുള്ള 3-ാമത്തെ സഹോദരൻ മൈക്കിലൂടെ ഒത്തിരി സന്ദേശങ്ങൾ, കർത്താവിൻ്റെ സന്ദേശം വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. ഞാൻ തിരിച്ചുപോയി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എറണാകുളത്തു നിന്ന് ഒരു സ്ത്രീ വൈറ്റിലയിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ അഡ്രസ് തരാമോ ചോദിച്ചു. അഡ്രസ്സ് ഞാൻ കൊടുത്തു. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അഡ്രസ്സ് കൊടുത്തു. ഹോസ്റ്റലിലേക്ക് കുറേ ദിവസം കഴിയുമ്പോൾ ഒരു കത്ത് വന്നു. ആ കത്തിനകത്ത് ആ സ്ത്രീ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എറണാകുളം വൈറ്റില ജംഗ്ഷനിൽ പഴക്കച്ചവടം നടത്തിയിരുന്ന ആളായിരുന്നു എൻ്റെ ഭർത്താവ്. 7 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവിന് ഒരു അപകടമുണ്ടായി. കടപൂട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പിന്നിലൂടെ വന്നൊരു വാഹനം ഇടിച്ച് എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ഗതികേടിലാവുകയും അതോടെ കടപൂട്ടുകയും ജപ്തി നടപടികൾ ബാങ്ക് കൈക്കൊള്ളുകയും സാമ്പത്തികമായ ഒരുപാട് പരാജയങ്ങൾ അനുഭവിക്കുകയും നീണ്ട 7 വർഷങ്ങളിലെ കടബാധ്യതയുടെ നടുവിൽ വല്ലാതെ ബുദ്ധിമുട്ടി ജീവിക്കുകയും ചെയ്യുകയായിരുന്നു ഞങ്ങൾ. അതേ തുടർന്ന് ഭർത്താവിനുണ്ടായ രോഗങ്ങൾ അതീവ ഗുരുതരമായ രോഗങ്ങളായിരുന്നു. ചില രോഗങ്ങളുടെ പേരുമൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ സ്ത്രീ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആരാധനയുടെ സമയത്ത് ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, 7 വർഷം മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇതാണ് സന്ദേശം. നിങ്ങൾ ഓർക്കണം, 10,000 പേരുണ്ട് പള്ളിക്കകത്ത്, പള്ളിക്ക് വെളിയിൽ, പന്തലിൽ, റോഡിലൊക്കെ ആള് നിൽക്കുകയാണ്. ആ തെയോവനച്ഛന്റെ കബറിടത്തിൽ ഒത്തിരി ആള് കൂടുന്ന സ്ഥലമാണ്. അതിനുശേഷം ആ സ്ത്രീ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവരുടെ ടെസ്റ്റിമണി എൻ്റെ കയ്യിലുണ്ട്. അവരിങ്ങനെ എഴുതി തന്നിരിക്കുകയാണ്, പിറ്റേ ദിവസം 7 വർഷമായി അപകടത്തിൽപ്പെട്ട് വലിയ കടബാധ്യതയിലായിരുന്ന രോഗിയായിരുന്ന ഈ മനുഷ്യൻ പിറ്റേ ദിവസം അദ്ദേഹത്തിന് ആ മനുഷ്യന്റെ, ഇവരുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ വീട്ടിലേക്ക് വന്നിട്ട് പറയുകയാണ്, നീ എത്ര കൊല്ലമാണ് ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നത്? ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി. ഞാൻ വൈറ്റില ജംഗ്ഷനിൽ വേറൊരു കട എടുത്തിട്ടുണ്ട് നിനക്ക് കച്ചവടം തുടങ്ങാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയൊരു സാക്ഷ്യം, ഒരു 2-2.5 പേജിൽ ഈ സ്ത്രീ എഴുതി തന്ന സാക്ഷ്യം ചുരുക്കി അങ്ങ് പറയാം. എറണാകുളം വൈറ്റില ജംഗ്ഷനിൽ അവരുടെ ഭർത്താവ് വീണ്ടും ഇപ്പോൾ പഴക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യന്റെ രോഗപീഠകളെ ചെന്നിട്ട് അയാളുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ കുറെ രോഗം, എനിക്ക് എൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല, കുറെ കാര്യങ്ങൾ ഇവർ എഴുതിയിരിക്കുന്നു. ആ രോഗപീഠകളുടെ മേലെല്ലാം ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. ഒറ്റ രാത്രി കൊണ്ട് നടന്ന കാര്യം ഞാനീ പറയുന്നത്. 11 കൊല്ലമായി ഞാൻ ഈ മൈക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. 10,000 കണക്കിന് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്.
തകർന്നു കിടന്ന കുടുംബങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തളർന്നു കിടന്നവര് എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മറ്റൊരാൾ പറഞ്ഞു കേട്ട അനുഭവമല്ല ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ വചനത്തിന് ശക്തിയുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പകല് മുഴുവൻ കോളേജിൽ പഠിപ്പിച്ചിട്ട് വൈകുന്നേരം ഒരുപാട് കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ച് ഞാൻ ഈ വേലയ്ക്ക് നടക്കുന്നത്. ഹൃദയം തുറന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, സത്യം പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് തന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അത്ഭുതകരമായ ശക്തിയാണ്. ഞാൻ ഈ തിരുവനന്തപുരത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. ആ ഗ്രൂപ്പിൽ എനിക്ക് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കിട്ടി. എനിക്ക് കുറെ ചെറുപ്പക്കാരുണ്ട് കേട്ടോ എൻ്റെ കൂടെ, ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. നല്ല കറ കളഞ്ഞ വിശുദ്ധന്മാരായ കുറെ ആമ്പിള്ളേർ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോ അതിലെ ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് അവനെ ഒരു ധ്യാനത്തിന് കിട്ടിയതാണ്. അവൻ എൻ്റെ ഒരു ധ്യാനം കൂടാൻ തിരുവനന്തപുരത്ത് വന്നു. അവിടെ വെച്ച് കർത്താവിന്റെ ആത്മാവ് അവനെ തൊട്ടു. അത് കഴിഞ്ഞിട്ട് അവന് താമസിച്ചുള്ളൊരു ധ്യാനം ആവശ്യമായിട്ട് അവനെ ഞാൻ അണക്കര ഡൊമിനിക് അച്ഛൻ്റെ ധ്യാനത്തിന് വിട്ടു. അച്ഛൻ്റെ ധ്യാനം കൂടി അവൻ നല്ല പരിശുദ്ധനായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത്, നിങ്ങൾ ഓർക്കണം, ഇതൊരു അനൗദ്യോഗിക ഗ്രൂപ്പാണ്. വൈകിട്ട് 4 മണിക്ക് തുടങ്ങി 5:45 കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിൽ കയറേണ്ടതുകൊണ്ട് 5:45 നിർത്തും. ഇവൻ എല്ലാ ബുധനാഴ്ചയും കൊട്ടാരക്കരയിൽ നിന്ന് ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരും. അപ്പൊ എനിക്ക് കഷ്ടം തോന്നിയിട്ടുണ്ട്. കാരണം ഇവൻ ഇത്രയും കിലോമീറ്റർ, ഞാൻ ക്യാമ്പസിലെ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ക്യാമ്പസിലെ പലരും വരാറില്ല. ഈ കൊട്ടാരക്കരയിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ വരുന്നത് എനിക്ക് ചിലപ്പോഴൊക്കെ സങ്കടം തോന്നി. ഞാൻ പറയും, എടാ നീ കുഴപ്പമില്ല, 2-3 ആഴ്ച കൂടുമ്പോൾ ഒക്കെ വന്നാൽ മതി, ഞാൻ വരാച്ചാ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ വരാം. വീട്ടിലാണെങ്കിൽ അവന് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു അപ്പൻ നല്ല ഉദ്യോഗസ്ഥനാണ്, അമ്മയ്ക്കും നല്ല ജോലിയുണ്ട്, അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുണ്ട്. പക്ഷേ വീട്ടിൽ ഇവനെ അപ്പൻ ഇങ്ങനെ ഞെരുക്കുകയാണ്. നീ ഇങ്ങനെ വായി നോക്കി നടന്നു, നിനക്ക് ജോലിയില്ല, തൊഴിലില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര ഹാരാസ്മെന്റിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. എപ്പോഴും വന്നിട്ട് ഈ സങ്കടം പറയും. 31-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്ത് പുതുവർഷത്തോടനുബന്ധിച്ച്, ഞാനൊരു തുടക്കം കിട്ടാൻ വേണ്ടി ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങളൊന്ന് എൻ്റെ കൂടെ എത്തണം, നമ്മുടെ അപരിചിതത്വം മാറണം. അതിനാണ് ഞാൻ ഈ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 31-ാം തീയതി തിരുവനന്തപുരത്ത് ബസേലിയസ് തിരുമേനി, ക്ലീമീസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പുതുവർഷ ആരംഭ പ്രാർത്ഥന നടത്തി. ഏതാണ്ട് ഒരു 800ഓളം പേര് അതിൽ വന്ന് സംബന്ധിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരുമേനി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവേ, ഈ കൊച്ചൻ കൊട്ടാരക്കരയിൽ നിന്ന് എല്ലാ ബുധനാഴ്ച ഇവിടെ വരുന്ന നമ്മുടെ മലങ്കരക്കാരൻ പയ്യനാണ്. പിതാവ് ഒന്ന് മനസ്സറിഞ്ഞ് ഇവനെ ഒന്ന് അനുഗ്രഹിക്കും, ഇവനൊരു ജോലി ഇട്ടിട്ട്. അപ്പോൾ പിതാവിനെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആണോടാ മോനെ, നീ കൊട്ടാരക്കരയിൽ നിന്ന് എല്ലാ ആഴ്ചയും വരികയാണോ? കൊള്ളാം മോനെ, നീ അത് മുടക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിനക്ക് ജോലി കിട്ടൂടാ. ഓഡിറ്റോറിയം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ കാണുകയാണ്. അപ്പൊ ഇവൻ്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ ആ ആളോട് പറഞ്ഞു, സഹോദര, ഇവൻ ഇന്ന കോഴ്സ് പഠിച്ചാണ്, വല്ല ജോലിയുണ്ടോ? ആ ആള് ഒരു നടുക്കത്തോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എന്ത് കോഴ്സാ പഠിച്ചേ? ഞാൻ കോഴ്സ് പറഞ്ഞു. അങ്ങനെ ഒരാളെ ഞാൻ 2 ആഴ്ചയായിട്ട് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. പാടാ ഉച്ചയെന്ന് പറഞ്ഞിട്ട് നല്ല കൊള്ളാവുന്ന ഒരു ജോലി അവന് കർത്താവ് എടുത്ത്. ഒന്ന് കൈയടിച്ച് കർത്താനെന്നു പറഞ്ഞു, കുശുമ്പില്ലാതെ അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നാഴികയ്ക്ക് 40 തൊട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ്, അതുകൊണ്ട് ഈ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, ദൈവത്തെ വിളിക്കുന്നതിന്, ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ സ്നേഹിക്കുന്നതിന്, ദൈവത്തിന് വില കൊടുക്കുന്നതിന് നമുക്കൊരു താല്പര്യം ഉണ്ടാവട്ടെ. നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം. യെശയ്യാ 35-ൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യെശയ്യാ പ്രവചിച്ച വചനഭാഗമാണ് യെശയ്യാ 35. ഐശ്വര്യപൂർണമായ ഭാവി എന്നാണ് ആ വചനഭാഗത്തിന്റെ തലക്കെട്ട്. നിങ്ങളെല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ വായിക്കാം. നിങ്ങളെല്ലാം കൊണ്ടുവന്നുകൊണ്ട് ഞാൻ വായിക്കാം. ഐശ്വര്യപൂർണമായ ഭാവി എന്നാണ് അതിന്റെ തലക്കെട്ട്. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, യെശയ്യാ 35:3, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അടുത്ത വചനമാണ് നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകുന്ന വചനം. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും.
ബധിരന്റെ ചെവി അടഞ്ഞിരിക്കില്ല, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു പായും, വരണ്ട ഭൂമിയിൽ അരുവികൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമി ജലാശയമായി മാറും. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പുതിയ വർഷത്തിലേക്ക് കയറി ജനുവരി മാസം 2-ാം തീയതി വൈകുന്നേരം കർത്താവിന്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരന്റെ ചെവി അടഞ്ഞിരിക്കില്ല, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു പായും, വരണ്ട ഭൂമിയിലൂടെ അരുവികൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമി ജലാശയമായി മാറും. ഞാൻ ജനുവരി മാസം 1-ാം തീയതി ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ എല്ലാ ദിവസവും രാവിലെ ഞാനൊരു സന്ദേശം 3 മിനിറ്റ് വാട്സാപ്പിലൂടെ കൊടുക്കാറുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോകുന്നൊരു സന്ദേശമാണത്. അതിനകത്ത് ഞാൻ ഇതാണ് പറഞ്ഞത്, സുഭാഷിതം 28:23-18 വചനമാണ് പറഞ്ഞത്. അതായത് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഇന്ന് വൈകുന്നേരം ഞാൻ ഇവിടെ പോരുന്ന വഴിക്ക് ഒരു ചേട്ടൻ എന്നെ വിളിച്ചു. മർത്തോമാ സഭയിൽപ്പെട്ടൊരു ചേട്ടനാണ്. ആ ചേട്ടൻ മകളെയും കൊണ്ട് ഒത്തിരി കണ്ണുനീരോടുകൂടി അവിടെ ഹോസ്റ്റലിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചേട്ടനാണ്. ചേട്ടന്റെ പ്രത്യേകത, അദ്ദേഹം സാധുവായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് പെട്ടെന്ന് വല്യമ്മച്ചിയുടെ മരണം വന്നതോടുകൂടി ഈ കുട്ടിക്ക് ഒരു ഭയങ്കര ഭയം വന്നിട്ട് ഒരു ഫാൻ കണ്ടാൽ ആ കുട്ടിക്ക് തോന്നുന്നത് ആത്മഹത്യ ചെയ്യണമെന്നാണ്, ഒരു കുഴി കണ്ടാൽ ആ കുട്ടിക്ക് തോന്നുന്നത് എടുത്ത് ചാടണമെന്നാണ്. അമ്മ അങ്ങനെ ആത്മഹത്യ ചെയ്ത് മരിച്ചാണ് വല്യമ്മച്ചിയുടെ മരണം കണ്ടപ്പോ, ആ മരണത്തിന് സാക്ഷിയായപ്പോ, മരിച്ചു കിടക്കുന്ന വല്യമ്മച്ചിയെ കണ്ടപ്പോ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഈ കുട്ടിയിലേക്ക് ആത്മഹത്യയുടെ ഒരു ദുരാത്മാവ് പ്രവേശിച്ചു. എന്റെ കൂടെയുള്ള ഒരു സഹോദരൻ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ഫാനയിൽ കയറ് തൂങ്ങി കിടക്കുന്നതാണ്. കർത്താവ് ഒരു ദർശനം കാണിക്കുക. അപ്പൊ ഈ കൊച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവള് പറയാണ്, ഇന്ന് രാവിലെ ഈ ഫാൻ കണ്ടപ്പോ എനിക്ക് തോന്നി ഒരു സാരിയോ ഷോളോ ചുറ്റിയിട്ട് കഴുത്തം കുരുക്കിട്ട് ചത്താലോ എന്ന്. ആത്മഹത്യയുടെ ഒരു ദുരാത്മാവ് ഈ കുട്ടിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒത്തിരി നല്ല കോഴ്സ്, വളരെ നല്ല, കോയമ്പത്തൂരിൽ ഒരു നല്ല കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മോള്. നല്ല കുട്ടി, നല്ല വിശുദ്ധയായ കുട്ടി, കുഴപ്പമൊന്നുമുള്ള കൊച്ചല്ല, നല്ല കൊച്ചാണ്. അങ്ങനെ ഈ കുട്ടിക്ക് ഭയങ്കരമായ ആത്മഹത്യാ ടെൻഡൻസി വന്നിട്ട് പഠിത്തം എല്ലാം നിർത്തി വീട്ടിലേക്ക് വന്ന് കഥ കടച്ച് 24 മണിക്കൂറും കിടന്നുറക്കം. ഇപ്പം ആ അവസ്ഥയിലാണ് ഈ മനുഷ്യൻ വരുന്നത്. അങ്ങനെ കൗൺസിലിങ്ങും പ്രാർത്ഥനയും കുറെ നാളുകൾ വന്നു. ഒറ്റ രാത്രി കൊണ്ട് ചിലപ്പോൾ പാരസിറ്റമോൾ കഴിക്കുന്നവരൊന്നും മാറണമെന്നില്ല. അങ്ങനെ വന്ന് കുറേ ദിവസങ്ങൾ ക്ഷമയോടെ പറഞ്ഞപ്പോഴെല്ലാം വന്ന് പ്രാർത്ഥിച്ച് തമ്പുരാൻ അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ സഹോദരൻ എന്നോട് പറഞ്ഞ, അച്ഛാ, ഇന്നലെ പറഞ്ഞ പോലെ തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം നേരിടുകയില്ല. എൻ്റെ മകളുടെ റിസൾട്ട് വന്നു, 4ാമത്തെ സെമസ്റ്ററിലെ എല്ലാ വിഷയത്തിനും പാസ്സായി, അവള് നല്ല മിടുക്കിയായിട്ട് പഠിക്കാൻ പോകുന്നു എന്ന് ആ സഹോദരൻ പറഞ്ഞു. ഞാൻ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു 2017 ആരംഭത്തിൽ കടമനിട്ടയിലെ മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയിലെ കുടുംബങ്ങളോടും ഈ ശുശ്രൂഷയ്ക്ക് വന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: കർത്താവായ യേശുക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അതുകൊണ്ട് ഞാൻ ഒരു 4-5 കാര്യങ്ങൾ പെട്ടെന്ന്, എനിക്കറിയാൻ പാടില്ല ഈ തീർക്കാൻ പറ്റുമെന്ന്, തീർക്കുന്ന അത്രയും മതി, ഒത്തിരി ഒന്നും വേണ്ട, ഞാൻ പറയാൻ പോകുന്നു. നിങ്ങൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ എഴുതാനൊക്കെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതാണ്, കൊണ്ടുവരാത്ത വിഷമിക്കൊന്നും വേണ്ട, ഹൃദയത്തിൽ എഴുതണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. 2017 ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്തു തരും. നല്ല ശ്രദ്ധയോടെ ജാഗ്രതയോടെ വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പോരാ, കുറെ കൂടെ ഉച്ചത്തിൽ ഹല്ലേലൂയാ. അപ്പൊ ഈശോ പറയുകയാണ്, ദൈവം പറയുകയാണ്, പരിശുദ്ധാത്മാവ് യെശയ്യാ 35 ഇപ്രകാരം വെളിപ്പെടുത്തി, യേശു വരുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്നത് അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. യേശു വരുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ശ്രദ്ധിച്ചേ, എന്താണ് ഇതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, അനേകം ദൈവത്തിന്റെ മക്കൾ ആത്മീയ അന്ധതയിലാണ്. എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്, അടിമത്തത്തിലാണ്, അന്ധതയിൽ കഴിയുന്ന ജനമാണ് ഒരുപാട് ദൈവത്തിന്റെ മക്കൾ. ഈ അന്ധതയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ യേശു വരണം. എന്താണ് അന്ധത?
2 കൊരിന്തോസ് 4:4 വളരെ ശ്രദ്ധിച്ചിരിക്കണം. 2 കൊരിന്തോസ് 4:4 പൗലോസ്ലീഹ പറയുകയാണ്, ഈ സുവിശേഷം, ഞങ്ങൾ ഈ പറയുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നതുകൊണ്ടാണ്. ഈ സുവിശേഷത്തിന്റെ നിഗൂഢമായ പ്രകാശം ലോകത്താർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ടാണ് അവർക്കത് മനസ്സിലാവാത്തത്. ഞാൻ പരമപ്രധാനമായ ഒരു സത്യം നിങ്ങളോട് പറയാൻ പോവാണ്. നല്ല ജാഗ്രതയോടെ ഇരിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ ഒരു അന്ധതയുണ്ടെന്ന് എളിമയോടെ ഇന്ന് അംഗീകരിച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ. എന്താണ് പ്രിയപ്പെട്ട മക്കളെ അന്ധത? കർത്താവിന്റെ നാമത്തിൽ മാമോദീസ മുങ്ങി, കർത്താവിന്റെ നാമത്തിൽ ആരാധിച്ചു, കർത്താവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തി, കർത്താവിന്റെ നാമത്തിൽ അവന്റെ ശരീരവും രക്തവും സ്വീകരിച്ചു, ബൈബിള് വായിച്ചു, കുടുംബ പ്രാർത്ഥന നടത്തി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈശോ ചങ്കിനകത്തേക്ക് വന്നതിന്റെ സംതൃപ്തിയും സമാധാനവും ആനന്ദവും നിങ്ങളുടെ വീട്ടിലുണ്ടോ? തലമുറയായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിച്ചു. എത്രമാത്രം സ്വാതന്ത്ര്യം നമ്മുടെ അകത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പാപ്പാല എന്ന് പറയുന്ന സ്ഥലത്തെ കോളനിയിൽ ഞാൻ 2-3 കൊല്ലം അവിടെ ശുശ്രൂഷ ചെയ്തപ്പോ ഗണേശൻ എന്ന് പറയുന്ന ഒരു മലവേടർ ഗോത്ര സമുദായത്തിൽപ്പെട്ട ട്രൈബലായ ഒരു ചേട്ടനായ ഇടവകലുണ്ട്. എല്ലാം ട്രൈബൽസ് ആണ് അവിടെയുള്ളവര്. മലങ്കരക്കാരൻ, മലങ്കര സുറിയാനി കത്തോലിക്കിന്റെ ഭാഗമാണ് ഈ ട്രൈബലും. ആ ട്രൈബല് ഗണേശൻ എന്നോട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, ഗണേശൻ പറഞ്ഞു, ഒരുത്തനെ ചൂണ്ടിക്കാണിച്ചു. ഒരുത്തൻ റോഡിൽ കൂടെ ഇങ്ങനെ പോവാണ്. അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഗണേശൻ പറഞ്ഞു, അച്ഛാ ഞാനും അവനും ഒരുമിച്ച് പഠിച്ചതാണ്, അവന്റെ അതേ ഡിഗ്രിയാണ് എനിക്കും, ഞാനും അവനും ഒരുമിച്ച് പഠിച്ചതാണ്, ഒരേ വിദ്യാഭ്യാസ യോഗ്യതയാണ്. അവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഞാൻ റോഡ് പണിക്കാരൻ. അയാൾ പറഞ്ഞതിന്റെ വ്യംഗ്യം എനിക്ക് പിടികിട്ടി. അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, മാമോദീസ മുങ്ങിയത് കൊണ്ടാണ് ഗണേശൻ റോഡ് പണിക്കാരനായത്. കാരണം മാമോദീസ മുങ്ങാത്ത ട്രൈബലിന് റിസർവേഷൻ ഉണ്ട്. മാമോദീസ മുങ്ങിയത് കൊണ്ടാണ് ഗണേശൻ റോഡ് പണിക്കാരനും മാമോദീസ മുങ്ങാത്തവൻ ഹെൽത്ത് ഇൻസ്പെക്ടറും ആയത്. ഗണേശൻ പറഞ്ഞതിന്റെ പച്ച പരമാർത്ഥം അതാണ്. പക്ഷെ ഗണേശൻ ഉദ്ദേശിച്ച അതല്ല. അപ്പൊ ഞാൻ ഗണേശ എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോ ഗണേശൻ പറയണ, അച്ഛാ ഞാനും അവന് ഒരുമിച്ച് പഠിച്ചതാണ്, എനിക്കും അവന് ഒരേ വിദ്യാഭ്യാസമാണ്, ഞാൻ റോഡിന്റെ ടാറ് പണിക്കാരൻ, അവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. ഞാൻ റോഡ് പണിക്കാരനായതിന്റെ കാരണം ഞാൻ മാമോദീസ മുങ്ങി യേശുവിനെ അറിഞ്ഞതാണ്, അവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയതിന്റെ കാരണം അവൻ യേശുവിനെ അറിയാത്തതാണ് എന്ന് വെച്ച് ഗണേശന് സങ്കടം ഉണ്ടെന്ന് അച്ഛൻ വിചാരിക്കരുത്. അവന്റെ വീട്ടിലില്ലാത്തതൊന്ന് എൻ്റെ വീട്ടിലുണ്ട്, അതിന്റെ പേരാണ് സമാധാനം. ഈ മലങ്കര കത്തോലിക്കന്റെ വീട്ടിൽ കർത്താവായ യേശു ക്രിസ്തു കൊളുത്തി വെച്ച സമാധാനമുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്ന ഒരു മണി എന്നാണ് പേര്. തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് ഉള്ള പയ്യനാണ്. ഒത്തിരി കാലമായിട്ട് അവിടെ അച്ഛന്മാർക്ക് ഭക്ഷണമൊക്കെ എടുത്തു. 6 വാക്യങ്ങളുണ്ട്. എത്ര വാക്യം? 35,526 വാക്യമുണ്ട്. 73 പുസ്തകം, 35,526 വാക്യം. നമ്മൾ ഈ വായിക്കുന്ന പുസ്തകത്തിലെ ഈ വചനങ്ങൾ സത്യമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഡാനിയേലച്ചനില്ല. എന്റെ ബാധ്യത അല്ലത്. That's none of my business. That's not my liability. എന്റെ ബാധ്യത അല്ലത്. ഈ വചനം സത്യമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരുടെയാ? നിങ്ങളോട് ഈ വചനം പറയാൻ വരുന്നതിന് മുമ്പ് കൃത്യമായിട്ടൊരു അരമണിക്കൂർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞത്, ദൈവമേ ഇതെന്റെ ബാധ്യതയല്ല. ഞാൻ ഈ മക്കളോട് പറയാൻ പോകുന്നത് സത്യമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത എൻ്റെ അല്ല, നിന്റെയാണ്. നീ അത് ചെയ്തോണം. എൻ്റെ ജോലി ഇത് പറയാന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 11 വർഷത്തെ കണക്ക്. ഈ 11 വർഷവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയും, ദൈവം തെളിയിക്കും. ഞാനത് പറയും, കർത്താവേ നീ പറഞ്ഞ വചനമൊക്കെ സത്യമാണെന്ന് കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ട് ഞാനിത് പറയും, ദൈവം ഇത് തെളിയിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, അന്ധരുടെ കണ്ണ് തുറക്കപ്പെടും. ഈ തുറക്കേണ്ട ബാധ്യത എൻ്റെ അല്ല, എനിക്ക് പറയാന്നുള്ളതേ ഉള്ളൂ എൻ്റെ ജോലി.
തുറക്കേണ്ട ബാധ്യത ദൈവത്തിൻ്റെയാണ്. ദൈവത്തോട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ഇത് നിന്റെ ബാധ്യതയാണ്, എൻ്റെ ബാധ്യതയല്ല. നീ അത് തെളിയിക്കണം. ഇനി കണ്ണടച്ചെന്ന് കൈ ഉയർത്തിക്കുക. ദൈവം അത് തെളിയിക്കും. ഈ ധ്യാനത്തിൽ ചിലരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ചില കുടുംബങ്ങളിൽ കണ്ണുകൾ തുറക്കപ്പെടും, ചില ജീവിതങ്ങളിൽ ആത്മീയ മിഴികൾ തുറക്കപ്പെടും. നന്നായിട്ടൊന്ന് കൈ ഉയർത്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശക്തമായൊരു മാനസാന്തരം കർത്താവ് നമുക്ക് തരും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ തൊടും. ഇനി ഞാൻ പറയുന്നത് വരെ പ്രാർത്ഥന നിർത്തരുത്, മടുപ്പ് തോന്നരുത്. ഉച്ചത്തിലൊന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുപ്പ് തോന്നാതെ ഉച്ചത്തിൽ സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ, ഉച്ചത്തിൽ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രാർത്ഥന നിർത്തല്ലേ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ, പ്രാർത്ഥന നിർത്തരുത്, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. അടുത്ത് നിൽക്കുന്ന ഒരു 20 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ഒരു 20 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. പ്രാർത്ഥന നിർത്തരുത്. യേശുവേ എന്ന് അറിയാവുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ മതി. തമ്പുരാനെ എന്നോ യേശുവേ എന്നോ കർത്താവേ എന്നോ അറിയാവുന്ന പോലെ വിളിച്ച് പ്രാർത്ഥന നിർത്തരുത്. എൻ്റെ ചെറുപ്പക്കാര്, സഹോദരന്മാര് എല്ലാം പ്രാർത്ഥിച്ചേ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചേ, യുവതീ യുവാക്കന്മാര് പ്രാർത്ഥിച്ചേ, അമ്മമാര്, കുടുംബനാഥന്മാര്, ചേട്ടന്മാരെല്ലാം ഒന്ന് ഉറക്കെ പ്രാർത്ഥിച്ചേ. ചേട്ടന്മാരെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, സ്തുതിച്ചേ, ഉച്ചത്തിൽ സ്തുതിച്ചേ. യേശുവേ എന്ന് വിളിച്ചാൽ മതി, ഒരു നഷ്ടവും വരില്ല, ഒരു നഷ്ടവും വരില്ല. യേശുവേ എന്ന് വിളിച്ചാൽ മതി. അതിനെ തുറന്ന് വിളിച്ചേ. ആരാധന, ആരാധന, ആരാധന. കണ്ണ് തുറക്കണമേ, കണ്ണ് തുറക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. കർത്താവിന്റെ വിലയറിയാൻ കർത്താവ് കൃപ തരും. കർത്താവിന്റെ വിലയറിയാൻ പരിശുദ്ധാത്മാവ് കൃപ തരും. അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. നിങ്ങൾക്കറിയാമോ, ഒറീസയിലെ കാണ്ടമാലിൽ 2005 മുതൽ 2007 വരെ വേട്ടയാടപ്പെട്ട പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ കണക്കുകൾ പോലും ലഭ്യമല്ല. ഗവൺമെന്റ് പറയുന്ന ഔദ്യോഗിക കണക്കുകളൊക്കെ ഔദ്യോഗികം മാത്രമാണ്, യാഥാർത്ഥ്യം അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അവിടെ ആ ഒറീസയിലെ കണ്ടമാൽ ഡിസ്ട്രിക്റ്റിൽ പോയി വേട്ടയാടപ്പെട്ട ക്രിസ്ത്യാനികളുടെ ജീവിതം നേരിട്ട് കണ്ട് പുസ്തകം എഴുതിയ ആൻഡോ അക്കര എന്ന ഒരു ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ഉണ്ട്, പത്രപ്രവർത്തകൻ. ഈ ആൻഡോ അക്കര 100 കണക്കിന് ജീവിതങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ക്രിസ്തീയത യഥാർത്ഥമായി ജീവിക്കുന്ന മനുഷ്യരെ അദ്ദേഹം പറയുകയാണ്. അവിടുത്തെ ഒരു സുവിശേഷ വേല ചെയ്യുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും അവർ പിടിച്ച് ചുട്ടുകൊന്നു, ഇല്ലാതാക്കി. എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് ഈ മനുഷ്യൻ ഓടി ഒളിച്ചു. അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിച്ച്, തെരഞ്ഞു പിടിച്ച്, കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ദേഹോപദ്രവം ചെയ്തു. കൈകാലുകളെല്ലാം അടിച്ചൊടിച്ച് ഒരു പുഴുവിനെ പോലെ ഇഴഞ്ഞു പോകേണ്ട അവസ്ഥയായി. മാസങ്ങളോളം കാട്ടിൽ താമസിച്ചിട്ട് ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ, യുണൈറ്റഡ് നേഷൻസിന്റെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി മനുഷ്യർക്ക്, നീതി നിഷേധിക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക പദ്ധതി പാസാക്കി. അങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് ഈ വേട്ടയാടപ്പെട്ട മനുഷ്യരെ കാണാൻ വേണ്ടി, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാൻ വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിച്ച കമ്മീഷന് മുമ്പിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനീ പറഞ്ഞ ആൻഡോ അക്കര എന്ന് പറയുന്ന എഴുത്തുകാരൻ ഈ മനുഷ്യനെയും കൊണ്ട് ആ കമ്മീഷന്റെ മുമ്പിലെത്തി. ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അയാളെ ഉപദ്രവിച്ചതാണ്, ഇയാളുടെ ഭാര്യയും മക്കളെ ഇല്ലാതാക്കിയതാണ്. നമ്മൾ സ്ലേറ്റിൽ എന്തെങ്കിലും എഴുതിയിട്ട് അതെന്തെങ്കിലും കൊണ്ട് മായ്ച്ചു കളയുന്നത് പോലെ ഈ മനുഷ്യന്റെ ഭൂതകാലത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തുടച്ചു നീക്കി കളഞ്ഞ മനുഷ്യരാണിത്. ആ നാട്ടിലുള്ള എല്ലാവർക്കും ഇയാൾ കടന്നുപോയ പീഡാനുഭവങ്ങളുടെ ആഴമറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇയാളെയും കൊണ്ടിട്ട് ആ കമ്മീഷന്റെ മുമ്പിലേക്ക് എത്തി. 3-4 പേര് ഇരിപ്പുണ്ട്. ഇതിന്റെ വിധി എതിർപ്പ് നടത്തുന്ന ആളുകൾ അവരുടെ മുമ്പിലെത്തി. ആൻഡോ അക്കര ഈ മനുഷ്യന് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച ദയനീയമായ അദ്ദേഹത്തിന്റെ ജീവിതം നേരിട്ട് വാങ്ങിയ ദുരന്തങ്ങളെ കുറിച്ച് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. അപ്പൊ അവര് ശരിക്കും കണ്ണ് നിറഞ്ഞ് അത് മുഴുവൻ കേട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫയൽ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള അറ്റൻഡറോട് ഇയാളുടെ പേര് പറഞ്ഞിട്ട് അതിന്റെ ഫയൽ എടുക്കാൻ പറഞ്ഞു. 100 കണക്കിന് ഫയലുകൾ ഓരോന്നോരോന്ന് എടുത്ത് ഇവര് പരിശോധിക്കുമ്പോൾ ഇയാളുടെ ഫയലില്ല. നിങ്ങൾ കേൾക്കണം, ഇത് ഇയാളുടെ ഫയലില്ല. അവർ വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞു. പലതവണ പരിശോധിച്ചു. കുറെ അധികം സമയം അവര് ഇത് പരിശോധിച്ച് കളഞ്ഞു. അവസാനം അവർ പറഞ്ഞു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തില്ലേ? FIR, പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയില്ലേ? എവിടെ? ഫയല് കാണുന്നില്ലല്ലോ. അപ്പൊ ആ മനുഷ്യനിങ്ങനെ അവരുടെ മുഖത്തോട് നോക്കി നിൽക്കുകയാണ്.
അപ്പൊ ഈ ആൻഡോ ഇയാളോട് പതുക്കെ ചോദിച്ചു, സഹോദര, നിങ്ങൾ കേസ് കൊടുത്തില്ലേ? നിങ്ങളുടെ ഫയല് കാണുന്നില്ല. അപ്പൊ അയാൾ പറയാണ്, കേസ് കൊടുക്കാനോ? ഞാൻ കേസ് കൊടുത്തില്ല, ഞാൻ കേസ് കൊടുത്തില്ല. അപ്പൊ ഈ ആൻഡോ പെട്ടെന്ന് അയാളുടെ കൈ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, എഴുന്നേറ്റോ, പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരോട് സോറി പറഞ്ഞിട്ട് രണ്ടുപേരുടെ പുറത്തോട്ടിറങ്ങിയപ്പോ ഈ ആൻഡോ അക്കരെ അയാളോട് ശരിക്കും ഷൗട്ട് ചെയ്തു, നിങ്ങൾ മനുഷ്യനെ നാണം കെടുത്തരുത് പറഞ്ഞു. നിങ്ങൾ കേസ് കൊടുത്തില്ലേ? കേസ് കൊടുക്കാതെ എങ്ങനെയാണ്? നിങ്ങളുടെ രേഖ വേണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അയാളുടെ പഴകിയ സഞ്ചിയിൽ നിന്ന് അയാൾ ഈ പുസ്തകം എടുത്തു. നമുക്കൊക്കെ ഒരു അലങ്കാരവും ആഡംബരവും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ പുസ്തകം അയാൾ ഈ സഞ്ചിയിൽ നിന്ന് എടുത്തിട്ട് അയാൾ പറഞ്ഞു, സാറേ, കേസ് കൊടുക്കാനോ? ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ആരായി പറയുന്നതെന്നറിയാമോ? ഭാര്യയും മക്കളെയും പച്ചയ്ക്ക് തീവ്രവാദികൾ ചുട്ടുകൊന്ന് കൺമുമ്പിലിട്ട് ഭാര്യയും മക്കളും ജീവനോടെ കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നൊരു ഭർത്താവാണ് ഈ പറയുന്നത്, കേസ് കൊടുക്കാനോ? ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്ധതയിലാണ്, നമ്മൾ അടിമത്തത്തിൽ കിടക്കുക. യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു നമ്മൾ കള്ളം പറഞ്ഞാണ്, നമ്മൾ ചുമ്മാ പറഞ്ഞാണ്. നമ്മുടെ ജീവിതത്തിൽ അന്ധതയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് പറയണം, കർത്താവേ, എൻ്റെ അന്ധത മാറ്റണമേ, എൻ്റെ കണ്ണ് തുറന്നു തരണേ കർത്താവേ. യേശു വരുമ്പോൾ, യെശയ്യാ പ്രവചിച്ചു, യെശയ്യാ 35:4, കർത്താവ് വരുമ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ബാലാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംഖ്യ 22, 23, 24, 25 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മടുത്തോ? ബാലാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. ബാലാം മോവാബ് രാജാവായ ബാലാക്ക്. മോവാബ് രാജാവിന്റെ പേരെന്താണ്? ബാലാക്ക്. പ്രവാചകന്റെ പേര് ബാലാം, രാജാവിന്റെ പേര് ബാലാക്ക്. രാജാവിന്റെ പേര് ബാലാക്ക്, പ്രവാചകന്റെ പേര് ബാലാം. മോവാബ് രാജാവായ ബാലാക്ക്, ശ്രദ്ധിച്ചു കേൾക്കണം, പ്രവാചകനായ ബാലാമിനെ വിളിച്ചു വരുത്തി. വിളിക്കാൻ ആളയച്ചതിന്റെ ഉദ്ദേശം ഇസ്രായേൽക്കാരെ ശപിക്കണം. ഇസ്രായേൽക്കാരെ ശപിക്കാൻ വേണ്ടി ആളയച്ച് വരുത്തി. അപ്പൊ ഒരു കൂട്ടം ആളുകൾ, സൈന്യാധിപന്മാരും മന്ത്രിമാരും ഒക്കെ ബാലാമിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോവാബ് രാജാവായ ബാലാക്ക് നിന്നെ ഒത്തിരി സമ്മാനമൊക്കെ തരാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, നീ വരണം. അപ്പൊ അയാൾ ചോദിച്ചു, എന്തിനാണ്? ഇസ്രായേൽക്കാരെ ശപിക്കണം, അതിനാണ് നീ വരേണ്ടത്. ഈ ബാലാം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ആളാണ്. കേൾക്കുന്നുണ്ടോ? ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്കങ്ങനെ ആരെങ്കിലും വിളിക്കുമ്പോൾ ചാടി ഇറങ്ങി വരാനൊന്നും പറ്റില്ല, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ. എന്നിട്ട് രാത്രി പ്രാർത്ഥനയുടെ സമയത്ത് അയാൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ചോദിക്കുകയാണ്, ബാലാം, നിന്റെ കൂടെ ഉള്ള ആളുകൾ ആരാ? ബാലാം പറയുകയാണ്, ദൈവമേ, മോവാബ് രാജാവായ ബാലാക്ക് എന്നെ ആളയച്ച് വിളിപ്പിച്ചിരിക്കുകയാണ്, ഞാൻ പോട്ടെ. ദൈവം പറഞ്ഞു, പോണ്ട കേട്ടോ. അപ്പൊ ഈ മനുഷ്യ ആളുകളോടൊന്ന് പറഞ്ഞു, അതെ, ദൈവം പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ വന്ന ആളുകൾ തിരിച്ചുപോയി. രാജാവ് കുറെ കൂടെ ഗ്രേഡ് കൂടിയ ഉദ്യോഗസ്ഥന്മാരെ വിട്ടു. ഇപ്പൊ താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണോ, ഇനി മന്ത്രിമാരും പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ട് ബാലാമിനോട് പറഞ്ഞു, മോവാബ് രാജാവ് പറഞ്ഞു, നീ എന്ത് ചോദിച്ചാലും തരാം, നീ വരണം. അപ്പൊ അയാൾ പറഞ്ഞു, ഒന്നുകൂടെ ചോദിക്കട്ടെ, ദൈവത്തോടെ ഒന്നുകൂടെ ചോദിക്കട്ടെ. അങ്ങനെ അയാൾ വീണ്ടും ദൈവത്തോട് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് പറഞ്ഞതല്ലേ പോണ്ട. അതുകൊണ്ട് രണ്ടാമത് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു, നിനക്ക് വേണേ പൊക്കോളാൻ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം പോണ്ടെന്നായിരുന്നു. പക്ഷെ പ്രവാചകൻ അത് പിടികിട്ടിയില്ല. അയാൾ രാവിലെ ഒരു കഴുതപ്പുറത്ത് കയറി വഴിയിലേക്ക് ഇറങ്ങി, പോകാൻ വേണ്ടി ഇറങ്ങി ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഊരിയ വാളുമായി കർത്താവിന്റെ ഒരു ദൂതൻ മുമ്പിൽ നിന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു മേഖലയിലെ അന്ധതയെക്കുറിച്ച് ബൈബിൾ പറയാണ്. 5-6 മേഖലകൾ പറയണമെന്ന് എനിക്കുണ്ട്, സമയം അനുസരിച്ച് ഞാൻ പറയാം. അപ്പൊ ബാലാം എന്ത് ചെയ്തു? ഇടവഴിയിലേക്ക് ഇറങ്ങി. അയാൾ ഇറങ്ങിയിട്ട് കഴുതപ്പുറത്ത് കയറി അയാൾ നടന്നു പോകുന്ന സമയത്ത് ഊരിയ വാളുമായി ഒരു ദൂതൻ വന്നിട്ട് മുമ്പിൽ നിന്നു.
ഇപ്പൊ ബാലാം പ്രവാചകനാണെങ്കിലും ദൈവം ആഗ്രഹിക്കാത്ത ഒരു വഴിക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് അയാളുടെ കണ്ണടഞ്ഞിരിക്കുകയാണ്. ദൈവദൂതൻ എതിരെ നിൽക്കുന്നത് അയാൾ കണ്ടില്ല. കഴുത പക്ഷെ ഇത് കണ്ടു. അതുകൊണ്ട് കഴുത അവിടെ നിന്നു. കഴുതയോട് എത്ര പറഞ്ഞിട്ടും കഴുത മുന്നോട്ട് പോകാത്തത് കൊണ്ട് ബാലാം കഴുതയെ അടിച്ചു. കഴുത അപ്പൊ അവിടെ കിടന്നു. ബാലാം രണ്ടാമതും കഴുതയെ അടിച്ചു. കഴുത ചാടി എഴുന്നേറ്റു. എന്നിട്ട് ദൂതനെ കണ്ടിട്ട് വയലിലേക്ക് എടുത്ത് ചാടി. കഴുതയ്ക്ക് ഷോക്ക് അബ്സോർബർ ഒന്നും ഇല്ലല്ലോ കഴുതയ്ക്ക്. അതുകൊണ്ട് ഇയാളുടെ നട്ടല് പൊട്ടി. ഈ കഴുത എടുത്ത് ചാടി ഇയാള് ഈ കുഴിയിലേക്ക് ശരിക്കും കഴുതയുടെ കൂടെ ഇയാൾ വീണ് കഴിഞ്ഞപ്പോൾ ഇയാൾ മൂന്നാമതും കഴുത അടിച്ചു. അപ്പോൾ ദൈവം കഴുതയ്ക്ക് സംസാരശേഷി കൊടുത്തു. കഴുത തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എന്തിനാടാ കഴുത എന്നെ അടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ കഴുത സംസാരിക്കുന്നത് കേട്ടിട്ട് ഇയാള് പെട്ടെന്ന് ഞെട്ടി നിൽക്കുമ്പോ അവിടെ ബൈബിള് പറയുകയാണ്, സംഖ്യ 22:31, അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു, ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. ശ്രദ്ധിക്കണം, ഇവിടെ നോക്കിയേ. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. ബാലാം ദൈവം ആഗ്രഹിക്കാത്ത ഒരു വഴിയിലേക്ക് പോവാണ്. ദൈവത്തിന് ആഗ്രഹമില്ല ബാലാം പോകണമെന്ന്. ദൈവം നിരോധിച്ചൊരു വഴിയാണ്, ദൈവം ആഗ്രഹിക്കാത്ത വഴിയാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയാണ്. 2017 ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഊരിയ വാളുമായി ദൈവദൂതൻ വഴി നിൽക്കും. നമുക്കത് കാണാൻ പറ്റില്ല. നമ്മൾ കഴുതക്കിട്ടടിക്കും. മദ്യപിക്കുന്ന കുടുംബനാഥന്റെ വീട്ടിലെ കഴുതയുടെ പേരാണ് ഭാര്യ. തോന്നിയാസം നടക്കുന്ന ഭാര്യയുടെ വീട്ടിലെ കഴുതയുടെ പേരാണ് ഭർത്താവ്. അനുസരിക്കാത്ത മക്കളുടെ വീട്ടിലെ കഴുതയുടെ പേരാണ് മാതാപിതാക്കൾ. ഒന്നും കേൾക്കാത്ത എല്ലാറ്റിനെയും ധിക്കരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിലെ കഴുതയുടെ പേരാണ് അധ്യാപകൻ. ഈ കഴുത പോവാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കഴുതക്കെട്ടടിക്കും. കഴുതക്കെട്ടടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ദൈവം ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളുമായി വഴിയിൽ എതിരെ നിൽക്കുന്ന ദൈവദൂതനെ ബാലാം കണ്ടു. പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ 2017 നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഞാൻ പോകുന്ന വഴി ശരിയായ വഴിയാണോ? ശരിയായ വഴിയല്ലെങ്കിൽ എന്റെ കണ്ണുകൾ തുറന്നു തരണമേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 12-ാം തിരുവചനം, ശരിയാണെന്ന് നീ വിചാരിക്കുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. നീ ശരിയാന്ന് വിചാരിക്കുന്ന വഴി നിന്നെ മരണത്തിലേക്ക് നയിക്കുന്ന വഴിയാവാം. ഞാനൊരു 1.5 വർഷക്കാലം ഒരു 37 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ കടുത്ത മദ്യപാനിയാണ്. എല്ലാ ദിവസവും ഭാര്യയും മകളും വന്നിട്ട് ഒത്തിരി കണ്ണുനീരോടെ പറയും, ഭർത്താവിന്റെ മദ്യപാനത്തെ കുറിച്ച് പറയും. ഇതെല്ലാം കേട്ടിട്ട് ഒത്തിരി ഭാരമായ സമയത്ത് ഞാൻ ഈ മനുഷ്യനെ വിളിച്ചു. എന്നോട് ഇത്തിരി അടുപ്പമൊക്കെ ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞു, മദ്യപാനം നിർത്തണം. ഭാര്യയുണ്ട്, മകളുണ്ട്, അമ്മയുണ്ട്. നേരാമണ്ണം ഒന്ന് ശ്രമിച്ചാൽ സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന വീടാണ്. പാതി വഴിക്ക് നശിപ്പിച്ച് കളയരുത്. വിരൽത്തുമ്പിലെ വെള്ളം പോലെ ജീവിതം ഊർന്നു പോവും. ഒടുവിൽ മനസ്തപിക്കുമ്പോൾ തിരിച്ചു പിടിക്കാൻ ജീവിതം ഉണ്ടാവില്ല. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം, പ്രാർത്ഥിക്കാം, ധ്യാനം കൂടാൻ കൊണ്ടുപോകാം, ഡീഅഡിക്ഷന് കൊണ്ടുപോകാം, കൗൺസിലിങ്ങിന് എന്ത് വേണം. പ്രിയപ്പെട്ടവരെ, എനിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഓരോ തവണ എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്യും കുടിക്കത്തില്ലെന്ന്. പിറ്റേ ദിവസം പോയി കുടിക്കും. ചോര ഛർദ്ദിച്ച് കിടക്കുമ്പോൾ ഞാൻ തന്നെ എടുത്തുകൊണ്ട് പുഷ്പഗിരി കൊണ്ടുപോയിട്ടുണ്ട്. ഡോക്ടർ അവസാനം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മദ്യപിച്ചിട്ട് ചോര ഛർദ്ദിച്ച ഇനി ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. ചുരുക്കി ഞാൻ പെട്ടെന്ന് പറയാം. കേരളത്തിലെ പ്രമാദമായ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ഈ മനുഷ്യൻ കിടക്കുമ്പോൾ കാണാൻ വേണ്ടി തിരിഞ്ഞു ഞാൻ. ഈ മനുഷ്യനെ അവിടുന്ന് കുറച്ച് പുരോഗതി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു റൂമിലേക്ക് മാറ്റി. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ ഞാൻ പറയാം. കട്ടിലേ കിടക്കുന്ന സമയത്ത് നിലത്ത് കിടക്കണമെന്ന് പറയും, നിലത്ത് കിടക്കുന്ന സമയത്ത് കട്ടിലേ കിടക്കണമെന്ന് പറയും, ഇരിക്കുമ്പോൾ കിടക്കണമെന്ന് പറയും, കിടക്കുമ്പോൾ ഇരിക്കണമെന്ന് പറയും, ഭക്ഷണം വേണമെന്ന് പറയും, ഭക്ഷണം വരുമ്പോൾ ഛർദ്ദിക്കും, വെള്ളം മാത്രമേ കൊടുക്കാൻ പറ്റൂ, എല്ലും തോലുമായി അസ്ഥിപഞ്ചരായി, ശ്വാസം മാത്രം വിടാം. ആ അവസ്ഥയിൽ കിടക്കുന്ന ഈ മനുഷ്യൻ കൈ ഇങ്ങനെ കൂപ്പി തൊണ്ടയൊക്കെ വിറച്ച്
വിറയ്ക്കുന്ന ചൊടി കൊണ്ട് വിറയാർന്ന സ്വരത്തിൽ എന്നെ എടുത്ത് പറഞ്ഞു മുഴുമിക്കാത്തൊരു വാചകം പറഞ്ഞു തീർക്കാൻ അയാൾക്ക് പറ്റിയില്ല. പറഞ്ഞ ഇതാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താവുന്ന. ശരിക്കും ഞാൻ കരഞ്ഞുകൊണ്ട് ആശുപത്രി നിൽക്കുകയാണ്. എനിക്കറിയാം, സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ അല്ലാതെ ഇനി ആർക്കും ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇത് പറഞ്ഞ 4-ാമത്തെ ദിവസം ഒരു ശവപ്പെട്ടിയിൽ ശരിക്കും നല്ല പൂക്കളുമൊക്കെ വിതറി, നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിപ്പിച്ച്, ഒരു കുരിശൻ കൈ പിടിപ്പിച്ച് സെമിത്തേരിയിൽ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ ശവമഞ്ചത്തിലിരുത്തുമ്പോൾ, മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ് അവന്റെ മീതെ മണ്ണ് വാരിയിട്ട ഭാഗ്യം കെട്ട ഒരച്ഛൻ നിങ്ങളോട് പറയുകയാണ്, ശരിയാണെന്ന് നീ വിചാരിക്കുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്ന വഴിയാവാം. ഇങ്ങനെ ജീവിക്കുന്ന കാലത്ത് നമുക്കറിയില്ല, നമ്മുടെ കണ്ണ് തുറക്കപ്പെടില്ല. തിരുവനന്തപുരത്ത് RCCയിൽ പാൻക്രിയാസിന് രോഗം ബാധിച്ച്, ക്യാൻസർ ബാധിച്ച് ഞാൻ കിടക്കുകയാണ്, പ്രാർത്ഥിക്കാൻ അച്ഛൻ വരുമോ ചോദിച്ചിട്ടൊരു സ്ത്രീ എന്നെ വിളിച്ചു. ഞാൻ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്റെ അച്ചായനോട് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോ ഒരു മനുഷ്യൻ, കണ്ടാൽ ഒരു പൊതുപ്രവർത്തകനാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ഞാൻ ആ മനുഷ്യന്റെ ശിരസിൽ കരം വെച്ചു. അയാൾ കണ്ണ് നിറഞ്ഞു, ആശ്വസിപ്പിച്ചു, ദൈവം സുഖപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. തിരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞു, അച്ഛോ സമയമുണ്ടോ, 2 മിനിറ്റ് കൂടെ. ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കിപ്പോ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പാൻക്രിയാസിന് ക്യാൻസർ വന്നതിന്റെ സന്തോഷമൊന്നുമല്ല എന്റെ അച്ഛാ, ഞാൻ ചിലപ്പോൾ മരിക്കുമായിരിക്കും. ചെറുപ്പക്കാരിയാണ്, 30-35 ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരി. അവള് പറയുകയാണ്, ഞാൻ ചിലപ്പോൾ മരിക്കുമായിരിക്കും അച്ഛാ, എനിക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ പള്ളി വരാൻ പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ വരാൻ പറയുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ പറയുമ്പോൾ, കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറയുമ്പോൾ, ഒരു കൊന്തയെല്ലാം പറയുമ്പോൾ, ഒരു നോമ്പെടുക്കാൻ പറയുമ്പോൾ, എൻ്റെ കെട്ടിയവൻ നല്ല മനുഷ്യനാ, സ്നേഹമുള്ള ആളാ. ചിരിച്ചോണ്ട് അവള് പറയുക, എൻ്റെ ഈ കെട്ടിയവൻ പറയുമായിരുന്നെടി, പള്ളിയിൽ വന്ന് 2 മണിക്കൂർ വെറുതെ കളയുന്ന സമയത്ത് 10 പേർക്ക് ഉപകാരം ചെയ്താൽ 10 പേരുടെ ജീവിതത്തിൽ കുറച്ച് നന്മ ചെയ്യാം. നിങ്ങൾ അവിടെ ഇങ്ങനെ 2-2.5 മണിക്കൂറും 3 മണിക്കൂറും പള്ളിയിൽ പോയിരിക്കുന്ന സമയത്ത് ആ സമയം ഉണ്ടെങ്കിൽ 10 പേർക്ക് നന്മ ചെയ്യാം. അങ്ങനെ ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും സമയമില്ലാതിരുന്ന എൻ്റെ കെട്ടിയവൻ, അച്ചോ കഴിഞ്ഞ 4 മാസമായി ഇഷ്ടം പോലെ സമയമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് ചായ വാങ്ങിച്ചുകൊണ്ട് വരാനും, എന്നെ കീമോതെറാപ്പിക്ക് കൊണ്ടുപോകാനും, റേഡിയേഷന് കൊണ്ടുപോകാനും, എനിക്ക് കൂട്ടിരിക്കാനും എൻ്റെ അച്ചായന് ഇപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. യേശുക്രിസ്തു വന്നാലേ അന്ധത മാറൂ. യേശുക്രിസ്തു വരാതെ ആരുടെയും അന്ധത മാറില്ല. ഒത്തിരി പാപത്തിന്റെ വഴി കിടക്കുന്ന മക്കളുണ്ട്, തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തർ പറയുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി ചെറുപ്പക്കാരായ മക്കളെ കാണുന്നുണ്ട്. ഞാൻ ഈ ഉദാഹരണങ്ങൾ സ്ഥലവും ദേശവും ഒക്കെ മാറ്റിയാ പറയുന്നതെങ്കിലും അനുഭവങ്ങൾ പറയുമ്പോൾ ആള് ബോധ്യം വരും എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഞാനൊരു സ്ഥലത്ത്, ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി അവധിക്ക് വന്നതാണ്. അതിനുവേണ്ടി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു പേര് വെളിപ്പെടുത്തി. ആ പേര് ഞാൻ ചോദിച്ചു. ഇവളുടെ ആത്മസുഹൃത്താണ്, കാത്തലിക്കാണ്. ഞാൻ അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും ശരിക്കും ഭയങ്കര മാരക പാപത്തിലാണ് ജീവിക്കുന്നത്. അപ്പൻ്റെ അമ്മയുടെയും മക്കൾ ഏക മക്കളാണ്, എല്ലാം മാരകമായ പാപത്തിലാണ് ജീവിക്കുന്നത്. മൈക്കിലൂടെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെ ഇതുങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി അടുത്ത അവധിക്ക് വരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വരണം. ബന്ധുവീടുകൾ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരണം. അങ്ങനെ നിങ്ങൾ രണ്ടും കൂടെ പേരൻസിന്റെ ഒക്കെ അനുഭവത്തോടെ അവരവിടെ വന്നു. ഒരു ദിവസത്തിന്റെ ഏതാണ്ട് പ്രഭാതം മുതൽ ഉച്ചവരെ എടുത്തു നിങ്ങളോട് സംസാരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തിന്മയുടെ വഴിയിലൂടെ നടക്കുകയാണ് രണ്ടും. അപ്പനെയും അമ്മയും രണ്ട് പേരൻസും വിദേശത്താണ്, 2 രാജ്യങ്ങളിലാണ്. ഞാൻ അവരെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വലുത് MBBS-ഉം BDS-ഉം BPharm-ഉം ഒക്കെ ആയിരിക്കും. ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു ചേട്ടാ, പൊന്നു ചേച്ചി, മകളെ നല്ല രീതി വേണമെങ്കിൽ ഈ കോഴ്സ് നിർത്തി കൊണ്ടുപോകും. കാരണം അതുപോലെയുള്ള അധമദനത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3-4 അബോർഷനൊക്കെ കഴിഞ്ഞു.
ഞാൻ ഈ അപ്പനെ അമ്മയും കണ്ടിട്ടില്ല. അങ്ങേ തലക്കിൽ നിന്ന് പൊട്ടിക്കരച്ചിലാണ്. എന്നിട്ട് അവർ പറയുകയാണ്, അച്ചു എൻ്റെ മകള് അങ്ങനെ ചെയ്യില്ല, എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല. എൻ്റെ മുമ്പിൽ ജീവനോടിരിപ്പുണ്ട് രണ്ടും. ഞാൻ ഈ കൊച്ചുങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമാണ് പേരൻസിനോട് അവരെ വിളിച്ചിട്ട് സംസാരിക്കുന്നത്. മാതാപിതാക്കൾക്ക് അറിയാൻ പാടില്ല മക്കൾ പോകുന്ന വഴികൾ. ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പാടില്ല അവരെന്തുമാത്രം അധംപതനത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശു വരുമ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഞാൻ ഖത്തറിൽ നിന്നപ്പോൾ ഒരു മനുഷ്യൻ എന്നെ ചലഞ്ച് ചെയ്തു, ചെറുപ്പക്കാരൻ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ, അച്ഛാ എല്ലാ ധ്യാന ഗുരുക്കന്മാർക്കും ഉള്ള ഗതികേട് ഡാനിയേൽ അച്ഛനും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നടാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ പറഞ്ഞു, അച്ഛാ നിങ്ങൾ നല്ല നല്ല പള്ളികളിൽ വന്ന് നല്ല വേഷം ധരിച്ചു വരുന്നവരോട് സുവിശേഷം പറഞ്ഞിട്ട് നല്ല വിമാനത്തിൽ കയറി തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു, പിന്നെ എന്നാ ചെയ്യണ്ടേ? അവൻ പറഞ്ഞു, സുവിശേഷം കേട്ടിട്ടില്ലാത്ത 10,000 ഈ നാട്ടിലുണ്ട്. ധൈര്യമുണ്ടോ അച്ഛന് ലേബർ ക്യാമ്പുകളിൽ സുവിശേഷം പറയാൻ? ഞാൻ പറഞ്ഞു, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കൊച്ചേ, നീ ഒന്ന് അറേഞ്ച് ചെയ്യടാ, ഞാൻ വരാം. ധൈര്യമുണ്ടോ? നമുക്ക് അന്നേരം നോക്കാമല്ലോ. 4 രാത്രികളിൽ 4 ലേബർ ക്യാമ്പുകളിൽ അവന്മാരെന്നെ കൊണ്ടുപോയി. മൈക്കില്ല, പാട്ടുകാരില്ല, ലോക പോലും ഇടാൻ പറ്റില്ല. മരുഭൂമിയിലൂടെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് വേണം പോവാൻ. റിമോട്ടായ സ്ഥലങ്ങളിൽ, കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും തീരപ്രദേശങ്ങളിലെ പാവപ്പെട്ടവര് മീൻപിടുത്ത ജോലി ഇല്ലാതായ സമയത്ത് ആരോ കൊടുത്ത വിസയ്ക്ക് ഏതോ ലേബർ വിസയിൽ കയറി ചെന്ന് 4, 5, 6 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. മദ്യപാനത്തിന്റെ അടിമകളായ മനുഷ്യർ മദ്യം കിട്ടാതെ വരുമ്പോൾ ഏതോ വില കുറഞ്ഞ ലോഷം വാങ്ങിച്ചു കുടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ചേട്ടന്മാര്, രോഗികൾ. ചെന്ന് കയറുമ്പോൾ ഒരു ആതുരാലയത്തിലോ അഗതി മന്ദിരത്തിലോ ആശുപത്രിയിലോ ചെന്ന് കയറുന്ന പ്രതീതിയാണ്. ഇനി അവിടെ സുവിശേഷം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തുറസായ സ്ഥലത്ത് മരുഭൂമിയിൽ പകൽ 50 ഡിഗ്രി ചൂട്, രാത്രി 30-35 ഡിഗ്രിക്കും ഇടയ്ക്ക് ചൂട് കാറ്റ് വീശുന്ന മരുഭൂമിയിൽ ഞാൻ വ്ലോഗൊന്നും ഇടാതെ പോയി നിന്ന്, മൈക്കൊന്നുമില്ല, ഉറക്കെ പറയണം. 150 ചേട്ടന്മാരെൻ്റെ വട്ടം ചുറ്റി നിൽക്കും. ഞാൻ അവരോട് സുവിശേഷം പറയും. എൻ്റെ സുവിശേഷ ജീവിതത്തിലെ 4 ഏറ്റവും സംതൃപ്തി നിറഞ്ഞ രാത്രികൾ പിന്നിട്ടിട്ട് അവസാനത്തെ രാത്രി തിരിച്ചു വരുമ്പോൾ ഇതുപോലൊന്നും അല്ല കേട്ടോ അവർ സുവിശേഷം കേൾക്കുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം തകർന്ന് പാപിയാണേ എന്ന് നിലവിളിക്കും. അത് കഴിഞ്ഞ് രാത്രി തിരിച്ചു വരുന്ന സമയത്ത് 12:30-1 മണി സമയമായിട്ടുണ്ടാവും. രാത്രിയിൽ മടങ്ങി വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങള് അച്ഛനെ ബുദ്ധിമുട്ടിച്ചോ? ഞാൻ പറഞ്ഞു, സന്തോഷമുള്ളടാ, എനിക്ക് സന്തോഷം, ഓർത്തിരിക്കാൻ കുറെ നല്ല അനുഭവങ്ങൾ കിട്ടി എനിക്ക്. അമ്മമാരെൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ആ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു, ഞാൻ ദുബായിലെ ഒരു ലേബർ ക്യാമ്പിലായിരുന്നു. അച്ഛൻ ചിന്തിക്കരുത് ലേബർ ക്യാമ്പിൽ അച്ഛൻ കണ്ടതുപോലെ എല്ലാവരും പാപത്തിലാണ് ജീവിക്കുന്നത്. അച്ഛൻ ചിന്തിക്കരുത്, മഹാവിശുദ്ധര് ലേബർ ക്യാമ്പുകളിലുണ്ട്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് ഒരു അനുഭവം പറഞ്ഞു. 8 പേര് താമസിക്കുന്ന ഒരു മുറി, 7 പേര് ഒരുമിച്ച് ചേർന്നൊരു TV-യിൽ ബ്ലൂ ഫിലിം ഇട്ടിട്ട് 7 പേര് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ ഫിലിം TV-യിൽ മദ്യപാനം. ജീസസ് യൂത്തിലെ ചെറുപ്പക്കാര് സുവിശേഷം പറയാൻ ചെന്നാണ്. കതക് പകുതിയെ ചാരിയിട്ടുള്ളൂ. അപ്പൊ അവര് പതുക്കെ ഒന്ന് കതക് തുറന്നു നോക്കിയപ്പോ ഈ അശ്ലീലം കണ്ടുകൊണ്ട് മദ്യപിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന 7 പേരെ കണ്ടു. പെട്ടെന്ന് അവർ സ്തബ്ധരായി. അകത്തിരുന്നവര് തങ്ങളുടെ മാലിന്യം വെളിയിലുള്ളവര് കണ്ടതിന്റെ ഇച്ഛാഭംഗത്തിലും വെളിയിൽ നിന്നവര് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കിയല്ലോ എന്നുള്ള നാണക്കേടിലും കംപ്ലീറ്റ് സൈലൻസ് ആയി. അങ്ങനെ ആ നിശബ്ദത വ്യാപിച്ച സമയത്ത് ഈ ചെറുപ്പക്കാരനോട് പറയണം, അച്ഛാ അകത്തുനിന്ന് കേൾക്കാം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഒരു കൗതുകത്തോടെ അകത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ 7 പേര് ചേർന്ന് കുടിക്കുകയും ബ്ലൂ ഫിലിം കാണുകയും ചെയ്യുന്ന 8ാമത്തവൻ 4 ബെഡ്ഷീറ്റ് കട്ടിലിന്റെ 4 വശത്തും വിരിച്ച് ഒരു മറയുണ്ടാക്കിയിട്ട് അതിനകത്തിരുന്ന് കൊന്തയൊല്ലിക്കൊണ്ടിരിക്കുന്നു. അവനെയും ഒരമ്മ പെറ്റതാണ്, അവന് ഒരു കുടുംബനാഥൻ, ഒരപ്പൻ ജന്മം നൽകിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു വന്നാൽ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാവും. പാപത്തെ ഉപേക്ഷിക്കാൻ കൃപ കിട്ടും. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാവും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് വർഷങ്ങളുടെ ക്രിസ്തീയ പാരമ്പര്യം ഉണ്ടായേക്കാം, എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ഹൃദയത്തിൽ യേശു ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല.
നമുക്ക് വലിയ കുടുംബ പേരും വലിയ പാരമ്പര്യവും പൈതൃകവും തോമാസ് ലീഗ മുതലുള്ള എണ്ണിപ്പറയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. യേശു ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് വലിയ വീടും വലിയ വാഹനവും കോടികളുടെ ബാങ്ക് ബാലൻസും ഉണ്ടാവാം. യേശു ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എളിമയോടെ നിന്ന് കർത്താവിനോട് പറയണം, ദൈവമേ എൻ്റെ കണ്ണ് ഒന്ന് തുറന്നു തരണമേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ ചങ്കൽ തട്ടി അനുഭവിച്ചാൽ നിങ്ങളുടെ ജീവിതം ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജീവിതമായി മാറും. ഏറ്റവും സന്തോഷമുള്ള ജീവിതങ്ങളിൽ ഒന്നായി നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അവസ്ഥ എന്തുമാവട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം ഏത് തകർച്ചയിലും പരാജയപ്പെടാത്ത ജീവിതം. ഞാൻ തിരുവനന്തപുരത്തിന്റെ തെക്ക് വെണ്ണിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആളുകളുള്ള പള്ളിയാണത്. ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷൻ കഴിഞ്ഞ് ആളുകൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി എനിക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കൈയൊക്കെ തൊട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ക്യാൻസർ രോഗിയായ കെട്ടിയവനെ കൊണ്ട് ഒരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നു. അവനെ കണ്ടറിയാം, അവൻ മാരക രോഗിയാണ്. ചെറുപ്പക്കാരി ഭർത്താവിനെ കൊണ്ടുവന്ന് 2 കുഞ്ഞുങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞ, അച്ഛാ തിരക്കാന്നറിയാം, ബുദ്ധിമുട്ടിക്കുന്നില്ല. എൻ്റെ ഭർത്താവിന് ക്യാൻസറിന്റെ 3rd സ്റ്റേജ് കഴിഞ്ഞു, വളരെ അവശതയിലാണ്. വൈദ്യശാസ്ത്രം എല്ലാ കാര്യങ്ങളും എഴുതി തള്ളി, ഇനി മുന്നോട്ട് പോകാൻ പ്രതീക്ഷയൊന്നുമില്ല. അച്ചോ പറയാൻ സമയമില്ല, പറയാനുള്ളത് മുഴുവൻ ഈ കത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചിട്ട് ഞങ്ങളെ ഒന്ന് തിരിച്ചു വിളിക്കണേ. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു, ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നു. മുറി ചെന്നിട്ട് ഉടുപ്പ് പോലും മാറുന്നതിന് മുമ്പ് ഞാൻ ഈ കത്ത് പൊട്ടിച്ച് വായിച്ചു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അനീഷ എന്നു പേരുള്ള ഈ ഭാര്യ റോജൻ എന്ന അവളുടെ ഭർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അവള് പറയാണ്, എൻ്റെ ഭർത്താവ് ഒരു സയന്റിസ്റ്റാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ രോഗം പിടിപെട്ടു, നല്ലവനാണ്. അവൻ്റെ ജീവിതം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. അവൻ്റെ ചെറുപ്പത്തിൽ കർത്താവിനോടൊരു പ്രതിജ്ഞ ചെയ്തു, ദൈവമേ പുകവലിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, മദ്യപിക്കില്ല, എൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയെ തൊടില്ല. അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആശുപത്രി രോഗം മൂർച്ഛിച്ച് മരണത്തിന്റെ ദിനം എണ്ണിക്കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവൻ അതികഠിനമായ വേദനയാണ് ഇവ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മോർഫിൻ കുത്തിവെക്കണം. അങ്ങനെ അനീഷ പോയി മോർഫിൻ വാങ്ങിച്ചു. എന്നിട്ട് റോജന് മോർഫിൻ കുത്തിവെച്ചു. മോർഫിൻ കുത്തിവെക്കുമ്പോൾ ഇല്ലാത്ത കാഴ്ചകൾ കാണാൻ തുടങ്ങും. അപ്പൊ ഇയാൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹലൂസിനേഷൻസ് ഉണ്ടാവുമ്പോൾ അയാൾക്ക് മനസ്സിലായി, അയാൾ ബുദ്ധിയുള്ള ആളാണ്, മോർഫിൻ കുത്തിവെച്ചെന്ന് മനസ്സിലായി. അപ്പൊ അയാൾ അനീഷയോട് ചോദിച്ചു, അനീഷ എനിക്ക് മോർഫിൻ അഡ്മിനിസ്റ്റർ ചെയ്തോ? അവൾ പറഞ്ഞു, ഡോക്ടർ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അച്ഛന് വേദനയായുണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവൻ പറയുകയാണ്, അനീഷ നിനക്കറിയാവോ, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കർത്താവിനോടൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഞാൻ പുകവലിക്കില്ല, മദ്യപിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, ഞാൻ എൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയെ തൊടില്ല. ഞാനിതെല്ലാം പാലിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. മരിക്കുന്നതിന് മുമ്പ് എന്നെ മയക്കുമരുന്നിന് അടിമയാക്കരുത്, ഞാൻ വേദന സഹിച്ചോളാം, എന്നെ മയക്കുമരുന്ന് കുത്തിവെക്കരുത്. അന്ന് നിർത്തി മോർഫിൻ കുത്തിവെക്കുന്നത്. ഈ അനീഷ എഴുതി വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, അതിനകത്ത് അവൾക്ക് 2 പ്രാർത്ഥനാ നിയോഗമുണ്ട്. അതിനകത്ത് അവൾ എഴുതിയിരിക്കുകയാണ്, അച്ഛാ എൻ്റെ ഭർത്താവിനെ ദൈവം ജീവനോടെ തരുമോ ഇല്ലയോ, ഞാൻ വാശി പിടിക്കില്ല, കർത്താവ് എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. പക്ഷെ എനിക്ക് 2 ആഗ്രഹമുണ്ട്, അതെൻ്റെ ദൈവം സാധിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അവളുടെ 2 വളരെ സ്വകാര്യമായ 2 ആഗ്രഹങ്ങൾ അതിനകത്ത് എഴുതിയിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു, കുറച്ച് സംസാരിച്ചു. ഇപ്പോഴൊന്നും വിളിക്കാൻ പറ്റില്ല. മാസങ്ങൾ കഴിഞ്ഞു. വല്ലപ്പോഴും ഒരു മെസ്സേജ് എൻ്റെ ഫോണിൽ വരും, റോജന് സീരിയസ് ആണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു, റോജൻ മരിച്ചു, അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പ്രാർത്ഥിച്ചാൽ മതി, വരണ്ട. അതിൽ പിന്നെ കൊന്തയെല്ലാം മടിയാണ്. മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ കൈപിടിച്ച് ജപമാല ചൊല്ലിയിട്ടേ മരിക്കാവൂ. ഇതാണ് അവൾ എഴുതിയിരുന്ന ഇന്റൻഷൻസ്. അവൾ പറഞ്ഞു, അച്ഛാ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 2 മണിക്കൂർ മുമ്പ് റോജൻ എന്നോട് പറഞ്ഞു, അനീഷ പള്ളി കുർബാന നടക്കുന്ന സമയമല്ലേ, എന്നെ കൊണ്ടുപോകും. താങ്ങിയെടുത്തൊരു വണ്ടിയിലിരുത്തി അവൾ കൊണ്ടുപോയി. പുരുഷന്മാരുടെ ഭാഗത്ത് അവനെ ഇരുത്തി. അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ സ്ത്രീകളുടെ ഭാഗത്ത് വേണ്ട, നീ പോവല്ലേ, എൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ പറഞ്ഞു.
മദ്ബഹായിൽ നിന്ന് ജോൺ മുരിപ്പേലച്ചനാണ് വികാരി അച്ഛൻ ഇറങ്ങി വന്ന് റോജൻ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വിശുദ്ധ കുർബാന കൊടുത്തു. കുർബാന സ്വീകരിച്ച് വീട്ടിൽ ചെന്ന് 2 മണിക്കൂർ കഴിഞ്ഞാണ് റോജൻ മരിക്കുന്നത്. മരിക്കുന്നതിൻ്റെ തലേന്നാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് തൊട്ട് മുമ്പ് റോജൻ കിടക്കുന്ന ICUവിൻ്റെ ആ വാർഡിൽ അവന് നേരെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്നത് ഒരു പോസ്റ്റിൽ കയറി എന്തോ ശരിയാക്കാൻ പോകുമ്പോൾ ഇലക്ട്രിക് ഷോക്കേറ്റ് 10-12 ദിവസമായി ബോധം കെട്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. ആ ബോധം കെട്ട് കിടക്കുന്ന ചെറുപ്പക്കാരൻ്റെ അടുത്തിരുന്ന അവൻ്റെ പെങ്ങള്, അവൻ്റെ ചേച്ചി, ഒരു കൊന്ത അവൻ്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അമ്മ, എൻ്റെ അനിയൻ കണ്ണു തുറക്കണേ അമ്മ, എൻ്റെ അനിയൻ കണ്ണു തുറക്കണേ അമ്മ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോജൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറക്കുമ്പോൾ കാണുന്ന ഇതാണ്, ഒരു കൊന്ത ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും. ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് റോജൻ കണ്ടു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉയർത്തിപ്പിടിച്ച കൊന്തയിലേക്ക് ഇവളുടെ ആങ്ങള കണ്ണു തുറക്കുന്നു. റോജൻ അനീഷയെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ, എനിക്കൊരു കൊന്ത വേണം, എന്നെ ഒന്ന് കൊന്തയെല്ലാം പഠിപ്പിക്കണം. ഒരുപാട് കൊന്ത ചൊല്ലി വിശുദ്ധ കുർബാന സ്വീകരിച്ച് മക്കളെ 2 പേരെ അടുത്ത് വിളിച്ച് തലയെ കൈവച്ച് അനുഗ്രഹിച്ച് മൂത്ത മകൻ അമ്മയോട് ചോദിച്ചു, അമ്മ, അപ്പ മരിക്കാൻ പോവാണോ? അപ്പ ഇപ്പം മരിക്കുവോ? അപ്പോൾ പറഞ്ഞു, അപ്പയ്ക്ക് വയ്യ മോനെ എന്ന് പറഞ്ഞപ്പോൾ മോൻ പോയി ജപമാല എടുത്തുകൊണ്ട് വന്ന് മുട്ടയിൽ നിന്നിട്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും നിങ്ങളുടെ പപ്പായുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോജൻ കണ്ണടച്ചു. അനീഷ എഴുതി തന്ന സാക്ഷ്യം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 2-3 സ്ഥലങ്ങളിൽ അവളെ കൊണ്ടുപോയി മനുഷ്യരുടെ മുമ്പിൽ നിർത്തി ഇപ്പോൾ മൈക്കിലൂടെ ഇത് പറയിപ്പിക്കുന്നുണ്ട്. അനീഷ പറയുകയാണ്, എൻ്റെ ഭർത്താവ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അമേരിക്കയിലേക്ക് പോയി ജോലിക്ക് പോകുമ്പോൾ ഞാൻ കരയില്ല, കാരണം എൻ്റെ ഭർത്താവ് തിരിച്ചു വരും, എനിക്ക് കാണാൻ പറ്റും. 13 വർഷത്തെ ദാമ്പത്യം കഴിഞ്ഞിട്ട് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അടുത്തേക്ക് എൻ്റെ ഭർത്താവ് പോകുമ്പോഴും ഞാൻ കരയില്ല. എൻ്റെ ഭർത്താവ് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവിടെ ചെന്നിട്ട് എൻ്റെ കെട്ടിയവനെ കാണും. എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അനീഷ, ഒരാളുടെയും മുമ്പിൽ നീ കരയരുത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഒരാളുടെയും മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല, കരയില്ല. 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് അവൾ തിരുവനന്തപുരത്ത് ഓൾ സയൻസിലെ അധ്യാപികയാണ്. ഞാൻ ചോദിച്ചു, അനീഷ, നിന്റെ പരിപാടി എന്താണ്? നീ വേറെ കല്യാണം കഴിക്കുന്നുണ്ട്? അവൾ പറഞ്ഞു, അച്ഛാ, ഒരായുസ് മുഴുവൻ ജീവിക്കാനുള്ള സ്നേഹം എനിക്ക് റോജൻ തന്നിട്ടുണ്ട്. എൻ്റെ മക്കളെ ഞാൻ വളർത്തു വെച്ചാ, എൻ്റെ മക്കളെ വളർത്തി ഞാൻ ദൈവത്തിന് കൊടുക്കു വെച്ചാ. 31-ാം തീയതി ന്യൂ ഇയറിൻ്റെ ബ്ലെസ്സിംഗ് പ്രേയർ നടക്കുമ്പോൾ അനീഷയുടെ കൊച്ച് മൂത്ത മകൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അച്ഛനാവണോ അച്ഛാ, എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കച്ചാ. യേശു വരുമ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു മതത്തിൻ്റെ ഭാഗമായതുകൊണ്ടോ, നമ്മൾ കുറെ കാലമായിട്ട് പള്ളി വരുന്നത് കൊണ്ടോ, നമ്മൾ ഒത്തിരി കാലമായിട്ട് ചില പ്രാർത്ഥനകൾ ചൊല്ലുന്നത് കൊണ്ടോ ചങ്കിനകത്ത് യേശു ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. യേശു യഥാർത്ഥത്തിൽ വന്നാൽ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ചെറിയ ആരാധന നടത്തിയാണ് നിങ്ങളെ വിടുന്നത്. ഒരു 10-15 മിനിറ്റ് ആരാധന, അത് കഴിയുമ്പോൾ ഇന്ന് നിങ്ങളെ വിടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒറ്റ കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ സന്ധ്യ ഞാൻ ചെലവഴിച്ചത്. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ കണ്ണ് തുറക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണമേ. ഞങ്ങൾ പാപത്തിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ എത്ര കർശനമായി ഗൗരവമായി പേടിപ്പിക്കുന്ന ഭാഷയിൽ നിങ്ങളോട് പ്രസംഗിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നാളെ ആ പ്രസംഗിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഓടിപ്പോയി കുമ്പസാരിക്കും. വീണ്ടും 3-ാം ദിവസം പഴയ പാപത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ അനുഭവങ്ങൾ പറയുകയാണ്. നമ്മൾ എത്ര വിരട്ടി, എത്ര ഭയപ്പെടുത്തി, പാപത്തിൻ്റെ ഭീകരത വർണ്ണിച്ച് എത്രമാത്രം മനുഷ്യരുടെ ചങ്കിനകത്ത് കയറുന്നത് പോലെ എനിക്ക് പറയാൻ അറിയാം. എനിക്ക്
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ ഓടും, കുമ്പസാരക്കൂട്ടിലേക്ക് ഓടും, പോയി കുമ്പസാരിക്കും. പേടിച്ചിട്ടായി കുമ്പസാരിക്കുന്നത്. കുമ്പസാരിക്കും 4-ാം ദിവസം പഴയ പാപത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ ഒരുപാട് കണ്ടതും കേട്ടതിനെ വെളിച്ചത്തിൽ പറയുകയാണ്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് വന്നാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ജീവിതം മാറും. പിന്നെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല, ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല, നിയന്ത്രിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതം മാറും. എനിക്ക് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനുണ്ട് തിരുവനന്തപുരത്ത്. ഏണസ്റ്റ് ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏണസ്റ്റ് ജോർജ്. മണ്ണന്തല റാണിഗിരി പള്ളിയിൽ ഞങ്ങൾ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ആരാധനയുടെ സമയത്ത് ഒരു സന്ദേശം പറഞ്ഞു. ഒരു വ്യക്തി പരിശുദ്ധ അമ്മയും ഈശോയും കാണാൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു എന്നായിരുന്നു സന്ദേശം. ഞാൻ പരിശുദ്ധ കുർബാന ആരാധന കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അച്ഛൻ്റെ മുറിയിലിരിക്കുമ്പോൾ 60 വയസ്സുള്ളൊരു ചേട്ടൻ കൈകൂപ്പി, മാന്യമായി വേഷം ധരിച്ച സമ്പന്നനായ ഒരു ചേട്ടൻ കൈകൂപ്പി കണ്ണ് നിറഞ്ഞ് പൊട്ടിക്കരഞ്ഞോട് പറയാണ്, ഞാനാണച്ചാ ആ പാപി, എൻ്റെ കണ്ണാണ് തുറക്കപ്പെട്ടത്, ഞാൻ യേശുവിനെയും കണ്ടു, മാതാവിനെയും കണ്ടു. നിങ്ങൾ കേട്ടോണം, പ്രാർത്ഥിക്കാനിരുന്നാൽ 5-ാം മിനിറ്റിൽ ഉറങ്ങിപ്പോകുന്ന ആളായിരുന്നു ഈ ചേട്ടൻ. പത്രം വായിക്കുമ്പോൾ ക്ഷീണമില്ല, പുസ്തകം വായിക്കുമ്പോൾ ക്ഷീണമില്ല, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ക്ഷീണമില്ല. പ്രാർത്ഥിക്കാതിരുന്ന 5-ാം മിനിറ്റ് ഉറങ്ങിപ്പോകും. ബൈബിൾ വായിക്കില്ല, പ്രാർത്ഥിക്കില്ല. പള്ളി ഭാര്യയെ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു പോകും. പരമാവധി നിന്നാലും കുർബാനയ്ക്ക് എങ്ങനെയും തട്ടിമുട്ടി നിൽക്കും, ഓടും. ജീവിതത്തിൽ ഒരു ധ്യാനം കൂടിയിട്ടില്ല. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് നീണ്ട 18 മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ടാണ്. ആ മനുഷ്യന് ക്ഷീണമില്ല. ഒരു ദിവ്യകാരനെ ആരാധന ചാപ്പലിൽ കൊണ്ടുവന്ന് രാവിലെ ഇരുത്തിയാൽ രാത്രി അത് പൂട്ടാൻ വരുന്ന ആളെ ഇറക്കി വിടണം, എന്നാലേ ഇറങ്ങിപ്പോകും. ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ പാഴാക്കി കളഞ്ഞു, വെറുതെ എൻ്റെ സമയം കളഞ്ഞു അച്ഛാ, എൻ്റെ ദൈവത്തെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനുള്ള സമയച്ചാ ഞാൻ വെറുതെ കളഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സിറ്റിയിൽ 3 വീടുകളുണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്. ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വില ഞാൻ അറിഞ്ഞില്ല അച്ഛാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കണ്ണ് തുറക്കപ്പെടണം. നമ്മുടെ കണ്ണ് തുറക്കപ്പെടണം. കുഞ്ഞുമക്കളെ, ചെറുപ്പക്കാരെ, കുടുംബനാഥന്മാരെ, നമ്മുടെ കണ്ണ് തുറക്കപ്പെടണം. ഈശോ മിശിഹായുടെ വില അറിയണം. ഈശോ വന്നാൽ ജീവിതം മാറും. നമ്മൾ എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ടും കാര്യമില്ല. കർത്താവ് തൊടണം. ഇന്ന് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ കണ്ണൊന്ന് തുറന്നു തരണേ, എൻ്റെ അകക്കണ്ണ് തുറന്നു തരണേ. ഞാൻ എൻ്റെ കൊച്ചുങ്ങളോട്, ആ ഗ്രൂപ്പിൽ വരുന്നവരോട് പറയും, മക്കളെ, മറ്റുള്ളവർ തെളിച്ച വെളിച്ചത്തിൽ നിങ്ങൾ എത്ര നാൾ നടക്കും? അച്ഛൻ പറഞ്ഞ കഥ കേട്ട്, അച്ഛൻ പറഞ്ഞ സംഭവം കേട്ട്, അച്ഛൻ പറഞ്ഞ സാക്ഷ്യം കേട്ട് നിങ്ങൾ എത്ര കാലം ജീവിക്കും? നിങ്ങൾക്ക് വേണ്ട ഒരു അനുഭവം. ഇന്ന് രാത്രി നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഞാൻ അവരോട് പറയും, മക്കളെ, നിങ്ങൾ കർത്താവിനോട് പറയണം, ദൈവമേ എനിക്കൊരു അനുഭവം താ കർത്താവേ, എനിക്കൊരു അനുഭവം തന്നോ ഞാൻ വിട്ടുപോകില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ട് എല്ലാ ആഴ്ചയും വന്നിട്ട് പറയും, ഈശോ എൻ്റെ ജീവിതത്തിൽ തൊട്ടു, എന്നെ അനുഗ്രഹിച്ചു, എന്നെ അഭിഷേകം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വിവരിക്കാൻ വാക്കുകളില്ല. And we need an experience, a totally changing experience. നമുക്ക് നല്ലൊരു അനുഭവം വേണം. അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. ഈ ധ്യാനത്തിൻ്റെ ആരംഭ ദിവസത്തിൽ പ്രാർത്ഥിക്കണം, എൻ്റെ കണ്ണൊന്ന് തുറന്നുക കർത്താവേ, എൻ്റെ കണ്ണൊന്ന് തുറന്നുക. കണ്ണ് തുറക്കപ്പെട്ടാൽ എല്ലാം മാറും, എല്ലാം മാറും. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കും. ഇംഗ്ലണ്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്, ഇംഗ്ലണ്ടിൽ നല്ല സ്കോളർഷിപ്പോടെ എഞ്ചിനീയറിംഗ് പഠിച്ച് സൗദി അറേബ്യയിൽ അപ്പനെയും അമ്മയും ബിസിനസ്സിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് എനിക്ക്. മാരക വിശുദ്ധനാണ്, മാരക വിശുദ്ധൻ. അവന് പാപം ചെയ്യാൻ പറ്റില്ല. നേരെ നടക്കുമ്പോൾ ഒരു പോസ്റ്ററിൽ അങ്ങനെ അറിയാതെ നോക്കിപ്പോയാൽ വന്ന് കുമ്പസാരിക്കും. പോസ്റ്ററിൽ നോക്കി, വണ്ടി ഇരിക്കുമ്പോൾ ഇടം വല്ലം നോക്കില്ല. ഇംഗ്ലണ്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യുന്നു. നാട്ടിലും ഗൾഫിലും കോടികളുടെ ആസ്തിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അറിയുന്നതിന് സമ്പത്ത് ഒരു തടസ്സമല്ല. ദൈവത്തെ അറിയുന്നതിന് വിദ്യാഭ്യാസം ഒരു തടസ്സമല്ല. ദൈവത്തെ അറിയുന്നതിന് അറിവ്, അനുഭവങ്ങൾ ഒരു തടസ്സമല്ല. നമുക്ക് പറയണം, ദൈവം എൻ്റെ കണ്ണൊന്ന് തുറന്ന കർത്താവേ. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സ്നേഹത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കാം. മുട്ടുമേ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മളെ സ്പർശിക്കും. ഹൃദയം തുറന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ദേവാലയത്തിലെ ലൈറ്റുകൾ വേണേ അണച്ചാലും വേണ്ടില്ല, ലൈറ്റെല്ലാം ഒന്ന് അണച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ച് എല്ലാവരും പാട്ടിനോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചു. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ,
അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടാമോ? ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ഉദ്ധിതനായവനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തിയോടെ ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ഉദ്ധിതനായവനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു. Hallelujah, 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 amen. Hallelujah, 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 amen. Hallelujah, 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 amen. ശക്തിയോടെ
സർവശക്താ പിതാവേ കരങ്ങൾ ഉയർത്തിയടിച്ച് മതിമറന്ന് ഈശോയെ ആരാധിക്കട്ടെ. ശരീരങ്ങളൊക്കെ അനക്കി കർത്താവിനെ ആരാധിക്കട്ടെ. സ്വയം മറന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ആയിരിപ്പോലും ആയിരിക്കുമ്പോഴും വരുവാനിരിപ്പോഴും സർവശക്തൻ നിത്യവുമായ ദിവ്യകുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യവുമായ ദിവ്യകുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരിക്കുമ്പോഴും വരുവാനിരിപ്പോഴും സർവശക്തൻ നിത്യവുമായ ദിവ്യകുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യവുമായ ദിവ്യകുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ശക്തിയോടെ ആരാധിക്കാം. മതിമറന്ന് ആരാധിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യവുമായ ദിവ്യകുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രാർത്ഥിച്ച് അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും ഊമന് സംസാരശേഷിയും നൽകിയ കർത്താവും നമ്മുടെ ആന്തരിക നയനങ്ങൾ ദുഃഖ 24 തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കരണം ശക്തിയോടടിച്ച് ഹൃദയങ്ങൾ തുറക്കട്ടെ, കാതുകൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിയേ, രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി ചങ്ക തുറന്നൊന്ന് വിളിച്ച് ആന്തരിക നയനങ്ങൾ തുറക്കാൻ യേശുവേ. സഹോദരങ്ങളെ
പരിശുദ്ധൻ പരിശുദ്ധൻ. കണ്ണുകളടച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രഖ്യാപിച്ച് നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലൂടെ കടന്നു വന്നിരിക്കുന്ന ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ തുറന്ന് തന്ന് അനുഗ്രഹിക്കുന്ന കർത്താവാണ്. നിന്റെ കുടുംബത്തിൻ്റെ, നിന്റെ മക്കളുടെ, പ്രിയപ്പെട്ടവരുടെ, നിന്റെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളിലെല്ലാം കണ്ണു തുറക്കാൻ കർത്താവിന് ശക്തിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ, നിന്റെ ഭർത്താവിനെ ഓർത്ത് ഒത്തിരി നീ കരഞ്ഞിട്ടുണ്ടാവും. ഭാര്യയെ ഓർത്ത് പ്രിയപ്പെട്ട ചേട്ടാ നീ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ടാവും. മക്കളെ ഓർത്ത്, വഴിതെറ്റുന്ന മക്കളുടെ ജീവിതത്തെ ഓർത്ത് കരയുന്നുണ്ടാവും. നിന്റെ ഉപദേശത്തിനോ വഴക്ക് പറച്ചിലിനോ ശാസനയ്ക്കോ തിരുത്തലിനോ ഒന്നും മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈശോ കാൽവരി കുരിശിൽ ഒഴുക്കിയ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി ആ കണ്ണിൽ പതിച്ചാൽ ആ വ്യക്തിയുടെ കണ്ണ് തുറക്കപ്പെടും. അടിമത്തത്തിലാണ് കിടക്കുന്നത് മനസ്സിലാവും, തെറ്റിലാണ് വീണ് കിടക്കുന്നത് മനസ്സിലാവും. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമോ? ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കാമോ? മനമുരുകിയവർക്ക് അവിടുന്ന് സമീപസ്ഥൻ, ഹൃദയം തകർന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കും. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഹൃദയം തുറന്ന് ആഗ്രഹിക്കണം. എല്ലാ മക്കളും നമ്മൾ ഈശോയെ വിളിക്കാൻ പോവുകയാണ്. അടുത്ത് നിൽക്കുന്നവരെ ഒന്നും ശ്രദ്ധിക്കരുത്, ആരെയും നോക്കരുത്. കർത്താവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ പരിശുദ്ധ കുർബാന ഉയർത്തി ഇപ്പോൾ നമ്മളെ ആശ്രയിക്കും. ഈ സമയത്ത് നമ്മൾ ആരെയും നോക്കരുത്, ആരെയും ശ്രദ്ധിക്കരുത്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, എന്നിട്ട് ഹൃദയം പൊട്ടി ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേട്ടോട്ടെ. നമ്മൾ ആരെയും നാണിക്കരുത്, ആരെയും ലജ്ജിക്കരുത്, ആരുടെയും നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പ്രിയപ്പെട്ട മക്കളെ, ഒരു 25 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ഉച്ചത്തിൽ ഈശോയേ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, ഈശോയേ, 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 ഈശോ ഇതാ അനുഗ്രഹിക്കുന്നു മക്കളെ. വിളിമക്കളെ, വിളിമക്കളെ, ഹൃദയം തുറന്ന് വിളിച്ചോ. ഈശോ അനുഗ്രഹിക്കുന്നു. സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതതന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥമായിട്ടിരുന്നേ, എല്ലാവരും ഇരുന്നേ.